എൻ്റെ ആവശ്യങ്ങളറിഞ്ഞു ആകാശത്തിൻ കിളിവാതിൽ തുറന്നു. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാറോടണിടുമ്പോൾ പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. യേശുവേ 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 രക്ഷകാ. യേശുവേ 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 രക്ഷകാ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. Good morning, everyone. Welcome to the mesmerizing world of music with Sama. Join us on a harmonious journey of soulful melodies and rhythmic beats
that will captivate your senses and leave you in awe. Let the music take over as we share our passion, emotions, and love for the art form. Together, let's create the unforgettable moments and celebrate the universal language, music. Welcome to Sama, Manassagumo by Maria Sarah James. Check, check. Check, check. മനസാകുമോ സുഖമാക്കുവാൻ മതിയാവില്ല
Father G.B. K. Paul. Hello, 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 hello. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസരകളിൽ എന്നും വാഴുവാനായി അതിന് പിൻപിലുള്ളതായ ചെയറുകൾ ഫില്ല് ചെയ്ത് ഇരിക്കണം. പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സ് പറയുന്നതായ നിർദ്ദേശങ്ങൾ പരിപൂർണമായി വളരെ കൃത്യതയോടുകൂടെ പാലിക്കുവാൻ പാർട്ടിസിപ്പൻസ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുന്നു. പുറത്തു നിൽക്കുന്ന സകല ആളുകളും വോളണ്ടിയേഴ്സ് ഒഴികെ സകല പാർട്ടിസിപ്പൻസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും ഇല്ലാത്തതുമായ ആളുകൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം. പ്രവേശിക്കുന്ന ആളുകൾ
മുൻപ് മുതൽ പുറകുവശം വരെ നിറച്ചു വേണം പോകേണ്ടത് എന്നും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സോമ ബാൻഡിൻ്റെ സംഗീതം ഇവിടെ തുടരുകയാണ്. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം മനസ്സ്
That was a marvelous rendition of music concert by Sama. Sarga Bharati Academy of Music and Arts, founded by legendary musician Reverend Father Dr. M.P. George. Sama is right now renditioning the music. ഉടൻ തന്നെ ഛായാചിത്രങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് റാലി കടന്നു വരികയാണ്. The procession holding the portraits of the luminaries will be taking place right now. Portraits have been bought from the tombs of Mar Alvarez in Goa and Mar Theophilos in Alway. Both will be placed on the special stand in front of the auditorium. Hey
ദയവായി അച്ഛന്മാർ, പുരോഹിതന്മാർ മുന്നിലുള്ള സീറ്റുകളിൽ കടന്നു വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാവരും പുറകിലുള്ള സീറ്റുകൾ എത്രയും വേഗം ഓക്യുപ്പൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുറത്ത് നിൽക്കുന്ന ആളുകൾ ദയവായി എത്രയും പെട്ടെന്ന് ഹാളിനകത്തേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്, വൈസ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ കമ്മിറ്റി കൺവീനേഴ്സും ഈ ഹാളിൻ്റെ ഇടതുവശത്തുള്ള ഭാഗത്തേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരും വൈദികരും മറ്റു വിശിഷ്ട അതിഥികളും ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2 പിതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ടുള്ളതായ തീം സോങ് ബഹുമാനനായ ഡോക്ടർ MP ജോർജ് അച്ഛൻ നേതൃത്വം നൽകുന്ന സോമ ബാൻഡ് ഈ സമയത്ത് ആലപിക്കുന്നതാണ്. ിൽ ബലിയായ നാഥനെ തൊടുവീരൽ തുമ്പിനാൽ അറിഞ്ഞൊരു സ്നേഹതൻ ഹിതമോടു കുരിശിൽ ബലിയായ നാഥനെ തൊടുവീരൽ തുമ്പിനാൽ അറിഞ്ഞൊരു സ്നേഹതൻ പരുമയായി തീർന്നോരി സഭതൻ മക്കളാം പുണ്യപിതാക്കളെ ഓർക്കുമീ ദിനത്തിൽ ആശ്രയം തേടി പടുതിക്കേറുമെങ്ങൾക്കയപേക്ഷിച്ചിടണേ നാഥനോടായി ഹിതമോടു കുരിശിൽ ബലിയായ നാഥനെ തൊടുവീരൽ തുമ്പിനാൽ അറിഞ്ഞൊരു സ്നേഹതൻ സൈന്യം പ്രതികൂലമാകിടിലും മലങ്കര ചേർന്നമാ അൽവാരിയോസേ
സ്മിതമോടു കുരിശിൽ ബലിയായ നാഥനെ തൊടുവിരൽ തുമ്പിനാൽ അറിഞ്ഞൊരു സ്നേഹതൻ. ശ്രേഷ്ഠന്മാർ അൽവാരിയോസും വിശ്വാസം കാത്തമാ തെയോഫിലോസും കാവലായുണ്ടി സഭയ്ക്കു നിത്യവും കാരുണ്യമോടീശൻ കാത്തിടുവാൻ പ്രാർത്ഥിച്ചിടണേ. നിങ്ങൾ That deserves a thunderous round of applause, please. A big round of applause, please. Put your hands together for Sama. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വോളണ്ടിയേഴ്സാണ്. ഏത് ആവശ്യത്തിനും ഈ വോളണ്ടിയേഴ്സ് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് വരുന്നതായിരിക്കും. ഏത് ആവശ്യം ഉണ്ടെങ്കിലും ഇവരെ സമീപിച്ചാൽ മാത്രം മതി. These are the volunteers for today. You can approach them for each and every need of yours. If in case you require anything, you can just inform them. For lunch, for coffee, tea, anything, they will be at your service. Thank you, the volunteers. Thank you very much. There is a medical team also working in the background for your information. There are a lot of seats vacant in between. Please, all of you who are outside, please come inside and occupy the seats. All the vice presidents and the committee conveners are kindly requested to come to the left side of this hall. Water will be served at your seats. There is no need to go around. Even if you want anything, you can just ask the volunteers. Good morning once again, everybody. Welcome to the glorious scintillating Pithru Smrithi event commemorating the 100th anniversary of demise of the saintly late lamented His Grace Alvarez Mar Julius First Metropolitan, better known as the Apostle of the sick, suffering, and the sidelined. Today, we also observe the 25th anniversary of demise of late lamented His Grace Dr. Philippos Mar Theophilos Metropolitan, the ambassador of the church, the architect of modern MGSism, and articulator who was instrumental in connecting Malangara to Christendom. Let's offer thousands of praises to our Lord. Let's attribute homage and remember with deep reverence all our church fathers, seeking their intercession, especially of Saint Gregorius of Parumala, Saint Dionysius Watershiril, late lamented His Beatitude Joseph Mar Dionysius Pulikotil, and saintly Padre Norono of Brahmava. വളരെ അടുക്കോടും ചുറ്റോടും കൂടിയ ഒരു ഘോഷയാത്രയോടുകൂടിയാണ് ഇവിടെ ഈ സമ്മേളനം ആരംഭിച്ചത്. പുണ്യപിതാക്കന്മാരായ മാർ അൽവാർസ് തിരുമേനിയുടെയും മാർ തെയോഫിലോസ് തിരുമേനിയുടെയും ഗോവയിലെയും ആലുവയിലെയും കബറിടങ്ങളിൽ നിന്ന് എത്തിച്ച ഛായാചിത്രങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭക്തിയാദരപൂർവം അവ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് ഏകദേശം 145 പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ 7 പേര് മാർ അൽവാറിസ് പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണെന്നത് ഏറെ സന്തോഷകരമാണ്. മാർ തെയോഫിലോസ് തിരുമേനിയുടെ കല്ലുവരയ്ക്കൽ കുടുംബത്തിൽ നിന്നും അനേകർ ഈ റാലിയിലും സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്.
The peculiarity of this session is that around 150 delegates have arrived from the Brahmavar community, out of which 7 are from the very own family of Mar Alvarez. Family members of Mar Theophilus Tirumeni is also participating in the session. Now we will view a tribute to the luminaries in the form of video clipping that will be presented now. Mar Alvarez was a champion of charity. He later became known as Saint of the Sick, Suffering in the Sideline. He was a true revolutionary, genuine patriot and freedom fighter and a saintly person. Let us watch the clipping right now. Archbishop Antonio Francisco Xavier Alvarez, Mar Julius I, Metropolitan of Ceylon, Goa, and India, excluding Malabar, also fondly known as Padre Alvarez, was an editor, writer, founder of educational and social institutions, a patriot, and above all a dedicated social worker, who had proved by his actions that the Church was the community of faith, hope, and charity. He was born in Varna on 29 April 1836 to Jose Baptista Alvarez and Marina Expectação Lourenço. After completing his schooling at Lotoli and St. Michael's College, he joined the Rachol Seminary in 1853. The education at Rachol Seminary laid the foundation for his affinity towards print media. Goa was then a Portuguese colony being witness to religious persecution and racial discrimination. Political and social turmoil, an anti-Portuguese voice of the Goan community in Bombay, led young Alvarez to Bombay in 1859. He joined the Collegio de Jesuit at Mazgaon, Bombay, as a teacher. On 6 November 1862, he was ordained as a priest by Bombay Vicar Apostolic, Bishop Walter Staines S.J. After serving for 5 years, Padre Alvarez returned to Goa in 1867. For the next 20 years, Padre Alvarez's life in Goa was hugely challenging and transformative. It was during this time he would be known as Apostle of Charity, an educationist, and a firebrand journalist. In 1871, unable to witness the plight of the destitute, he set up an association of charity at Varna to help the poor, beggars, sick, and conduct funerals for solitary souls. Similar associations quickly emerged all over Goa. In 1878, a deadly cholera epidemic broke out. Padre Alvarez came to the rescue of those afflicted, at times even carrying them on his shoulders when dead for burial. He even published a booklet, Directions for Treatment for Cholera, in 1885. Throughout his life, he launched a determined preventive campaign against epidemics like cholera, smallpox, and the bubonic plague, and worked hard for the recovery of the afflicted. In 1877, Padre Alvarez founded a secondary school, Colegio dos Sagrados Corações de Jesus y Maria in Panjim. The year 1876 would be the turning point of his life. It marked the beginning of his rivalry with the Goan political and ecclesiastical establishment. He joined and later became the chief editor of the fortnightly La Cruz. It soon grew critical of the ecclesiastical establishment and the corrupt civil sphere. Soon it was banned in 1882 by Archbishop Antonio Sebastião Valente. Padre Alvarez's disgruntled relationship with the Archbishop Valente soon developed into a full-scale war with the authorities.
On banning La Cruz, Padre Alvarez started another publication, La Verdade in 1882, and O Progreso de Goa in 1883. With this, he tried to spread his ideas to the public sphere. Adding fuel to the fire, Portuguese Padroado jurisdiction came to an end with the Concordat of Pope Leo XIII in 1886. Protests erupted in Goa, other parts of India, Ceylon and many other countries. This led to a struggle with native Goan priests and faithful, fighting to retain their freedom, indigenize the clergy, and overthrow European oppression. Padre Alvarez became the voice of the fight for the native Goans. His famous lecture on Padroado to the general public of Panjim in 1886 described Rome as the cause of all evils and sufferings of the Indian Church. Later in his life he would write two books, A Supremacia Universal na Igreja do Cristo, and Antioch and Rome, in 1898, in which he would denounce the supremacy of the Pope as the head of all Christians and call out the atrocities of Roman Catholic Church. His lectures and writings raised ire with the authority, but also brought him into contact with two prominent figures of protests, Dr. Lisboa de Pinto, a Goan Portugal parliamentarian, and Stephen de Silva of Colombo. They formed the Padroado Defense Association with a vision of a church governed by natives, retaining the ethnic ethos and culture. On the recommendation of Padre Alvarez, Dr. Lisboa Pinto was sent to both Rome and Lisbon with the petition against the Concordat, but was met with disappointment. Padre Alvarez was soon excommunicated by the Roman Catholic Church in 1887. In the same year, Padre Alvarez left for Ceylon to head the newly formed independent Catholic movement in South Asia. Bona Mor Church in Colombo became the headquarters. In his travels to Ceylon through Travancore, Padre Alvarez came into contact with the Malankara Orthodox Syrian Church, an ancient Indian apostolic church with episcopal succession and autonomous in nature, which had stood against Portuguese and Roman Catholic regime. Greatly appealed Padre Alvarez. In 1888, after a meeting with Malankara Metropolitan Pulikkottil Joseph Mar Dionysius V, Padre Alvarez joined the Malankara Orthodox Syrian Church. However, he and his movement continued to use the traditional Latin rite and Latin attire, thus establishing a Western rite under the Holy Malankara Church. On 15 August 1888, Padre Alvarez was appointed Apostolic Prefect of the Independent Catholic Movement. Later in the same year, Padre Alvarez was excommunicated by the Bishop of Colombo. Meanwhile, the Padroado and propaganda conflict reached its peak in coastal Karnataka. Padre Alvarez set sail to help. However, the news of his arrival reached Bishop Nicholas Pagani of Mangalore, who conspired to ward him off. He was manhandled on his arrival at Mangalore port. Determined, Padre Alvarez finally reached and in February 1889 started the mission center at Brahmavar with 5,000 families, with the Goan saintly priest Padre A.Z. Norona being appointed as its first vicar. Today, the Brahmavar community is the only surviving congregation from the vast independent Catholic movement. Following this, Padre Alvarez was excommunicated for third time. On 29 July 1889, he was consecrated as the Archbishop for the Diocese of Ceylon, Goa, and India, excluding Malabar, and given the title of Mar Julius I at the old Seminary Kottayam by Malankara Metropolitan Pulikkottil Joseph Mar Dionysius V along with Saint Geevarghese Mar Gregorios of Parumala, Metropolitan Paulos Mar Ivanios and Metropolitan Paulos Mar Athanasius. The independent Catholic movement had over 70 churches spread across Ceylon and South India.
Archbishop Mar Julius brought many more into the Orthodox Church, ordaining and appointing them at various mission centers of the independent Catholic movement. Notable was Padre Luis Mariano Suarez, later known as Mar Basilio Suarez, of the Sirocaldia Church in Kerala. He further initiated congregations in North America, Great Britain, China, Singapore, Malaysia, and South Africa. The sphere of influence and contribution of Mar Julius in evangelization led to the formation of many regional Western Rite Orthodox churches worldwide. Notable was the consecration of Joseph René Villate as Mar Timotheus Metropolitan of North America in 1892, and Alexander Stewart and Deacon Joseph Leicester for Great Britain. In 1894, Archbishop Mar Julius returned to Goa and started a weekly Obrado Indiano. He once again pitched the idea of Goan independence. Archbishop Mar Julius urged people to turn against the pigs who call themselves European, and ended with cheers for independence. His Grace promulgated the Swadeshi ideology. People were asked to boycott foreign products. He implored the Goans to emigrate to any territory where everything was Indian. He called upon the people to be self-reliant and diversify the existing home-based industries. He introduced high-yielding tapioca to Goa and later wrote a book on the cultivation of tapioca in 1916, all to make sure people to come out of poverty and exploitation. Archbishop Mar Julius was now a threat to colonial political and ecclesiastical authorities. The year 1895 was tumultuous. A false accusation of sedition was cooked to condemn Archbishop Mar Julius. He was charged with inciting the people to fight for liberation, discrediting the Portuguese, and insulting government officials. He was arbitrarily arrested and locked up in a filthy, illit, and poorly ventilated cell. Again, he was arrested on charges of denouncing the Roman Catholic religion. He was subjected to the humiliation of being stripped of his episcopal habit and ensigns and taken through the streets of Panjim in his underclothes to the lockup of the court. For the third time, he was again arrested and charged with the offense of high treason, but the justice found him innocent. On request of his close friends, Archbishop Mar Julius escaped from Goa. He sought political asylum from 1904 to 1906 in Castle Rock, a British territory adjoining Goa. In 1906, he was again arrested and jailed with baseless charges. Archbishop Mar Julius' life was filled with harassment, humiliation, and persecution. Archbishop Mar Julius left Goa and continued his missionary works in South India and Ceylon. Another important chapter in the life of Archbishop Mar Julius came around in 1909 when Patriarch Abdullah of Antioch visited Malabar and demanded full temporal and spiritual authority over the Malankara Orthodox Syrian Church, followed by the excommunication of Vattasharil Givargis Mar Dionysius VI. As a well-earned scholar, Archbishop Mar Julius comprehended the illegitimacy of that excommunication. As a patriot, he understood the dignity of an Indian Malankara metropolitan. Consequently, Archbishop Mar Julius, along with Mar Ivanios, declared support to Metropolitan Mar Dionysius VI and played a pivotal role in the meeting of the managing committee members, which was held at MD Seminary, Kottayam on 27 June 1911. This culminated in the establishment of a Catholicate in 1912. Archbishop Mar Julius continued actively in the affairs of the Malankara Church. When Saint Geevarghese Mar Gregorios of Parumala had left for Holy Land pilgrimage, Archbishop Mar Julius was given the temporary charge of the Nirnam diocese. He also visited numerous churches and has been part of consecrations, ordinations, and sacraments throughout Malankara.
Notably, he was a co-celebrant at the consecration of renovated Ninam Parish in 1911. After Portugal became a republic, Archbishop Marjulius returned to Goa a year later. First World War and the epidemic in Goa had taken a toll on people. At this time, he chose to serve the poor and the needy, especially the lepers and the scavenger community. He would move from house to house in tattered black robes and a ball collecting alms for the people he had chosen to minister. This great saint of the 20th century died on 23 September 1923 at the age of 87, battling dysentery. His commitment to the Indian Church and the Orthodox faith was so great that he refused to reunite with the Roman Catholic Church even on his deathbed. A citizens' committee, including the Chief Justice of Goa, conducted the burial at St. Ines Cemetery, Panjim. The funeral procession took place in the streets of Panjim on a grand scale. The inscription on the tomb read, "A great humanitarian missionary and a great patriot." The holy relics were shifted to St. Mary's Orthodox Syrian Church, Ribandar, in 1979. In 2005, Catholicos Basilios Marthoma Paulos II beatified Archbishop Marjulius I. The ideology of this great humanitarian, missionary, and patriot, his determined crusade against foreign colonialism, corruption, and discriminatory practices, his stress on spiritual, political, and economic self-reliance, the creation of a Atmanirbhar Bharat, still echoes today. His life, a testament of call to the Church to be the community of faith, hope, and Atmanirbhar Bharat still echoes today. His life, a testament of call to the Church to be the community of faith, hope, and charity. Archbishop Antonio Francisco Xavier Alvarez, Marjulius I, Metropolitan of Ceylon, Goa, and India, excluding Malabar. And an ambassador of the Church, served as the Metropolitan of Angamali Diocese. Archbishop Antonio Francisco Xavier Alvarez, Marjulius I, Metropolitan of Ceylon, Goa, and India, excluding Malabar, also fondly known as Padre Alvarez, was an editor, writer, founder of educational and social institutions, a patriot, and above all a dedicated social worker, who had proved by his actions that the Church was
the community of faith, hope, and charity. He was born in Varna on 29 April 1836 to Jose Baptista Alvarez and Marina Expectação Lourenço. After completing his schooling at Lotoli and St. Michael's College, he joined the Rachol Seminary in 1853. The education at Rachol Seminary laid the foundation for his affinity towards print media. Goa was then His Grace, Dr. Filippo, join us on a captivating journey as we delve into the extraordinary life of this visionary and his unyielding pursuit of knowledge. Nestled amidst the lush landscapes of Kerala, in the quaint village of Puthnangri Kottayam, Philippos Mar Theophilus Tirumeni was born on the 9th of May, 1911, to Kora and Mariamma of the illustrious Kallupurattal family as their sixth child. He was named K. Philippos. From a young age, it was evident that destiny had chosen him for a great purpose. Fueling his thirst for knowledge, K. Philippos embarked on a journey of academic excellence. He completed his bachelor's degree in arts at Maharaja's College, Cochin, and went on to pursue his master's degree at St. Augustine of Canterbury, England. Seeking further enlightenment, he obtained a THM from Cardiff University and a DD from Harvard University in Chicago. Deeply inspired by the faith of great stalwarts of Malankara, K. Philippos embraced the path of the divine. In 1929, he was ordained as a deacon by Saint Vaktasharil Mar Dionysius Metropolitan. 15 years later, in 1944, His Holiness Basileos Geevarghese II, the Catholicos of the East, ordained him as a priest. Father K. Philippos was soon handed the charge of his own home parish, Kottayam Cheriapalli, and served there for 12 years. During his tenure as the vicar, he founded two schools, St. Thomas School in Puthenangadi and St. John's High School in Yellikkal. Father K. Philippos, who was already involved in the affairs of Orthodox Theological Seminary Kottayam from his years as a deacon, was handed the charge initially as vice principal in 1960 and later as the principal of the Orthodox Theological Seminary. He spearheaded its revival and transformation with a systematic curriculum and a new generation of proficient theology professors. The seminary flourished. In 1964, His Grace secured the affiliation from the Serampore University, and in 1965, the 150th year of the seminary's founding was celebrated on a grand scale. Today, Philippos Mar Theophilus Tirumeni is revered as the modernizer of the Orthodox Theological Seminary. Recognizing his unwavering commitment to the Church, Father K. Philippos was consecrated as a bishop by His Holiness Basileos Ogain Catholicos on the 24th of August 1966 at Kolencheri, with the title Philippos Mar Theophilus, bestowing upon him the divine responsibility of shepherding the faithful. Soon in 1967, Philippos Mar Theophilus Tirumeni took charge as the Metropolitan of the Angamali Diocese. His Grace initiated peace talks in several churches due to the ongoing patriarch faction conflicts, for which he faced life-threatening situations and persecution. His Grace was instrumental in the construction and renovation of churches, especially for those who remained loyal to the Orthodox Church. Under his leadership, numerous educational institutions sprung up in the diocese. His Grace founded St. Basileus Hospital at Kotmangalam and hospitals in Chalad, Thurithipalli, and Pothanikad. His ambitious projects aimed at empowering the underprivileged, such as Balagram Orphanage in Velinchira, self-employment initiatives for the poor, and a school for the blind in Aluva. In 1979,
a new chapter unfolded in Philippos Mar Theophilus Tirumeni's life as he assumed the role of Metropolitan of the Bombay Diocese. Overseeing a vast region spanning Maharashtra, Gujarat, Goa, and parts of Karnataka, his endeavors included expanding the church's presence and establishing the Orthodox Church Center in Vashi, Navi Mumbai. During his tenure as the Metropolitan, His Grace founded St. Mary's Group of Institutions in Navi Mumbai, which now comprises numerous eminent educational institutions spread across the diocese. The contributions of Philippos Mar Theophilus Tirumeni to society were greatly recognized by the government of Maharashtra, who honored his legacy by naming a main road in Vashi, Navi Mumbai as Dr. Mar Theophilus Mar. Notably, he facilitated the transfer of the holy relics of Blessed Alvars Mar Julius Metropolitan from St. Ines Cemetery to St. Mary's Orthodox Church in Raibandar, Goa, and revived the lost legacy of the revolutionary Alvars Mar Julius Tirumeni. Philippos Mar Theophilus Tirumeni's passion for nurturing young minds led him to serve as the president of the Mar Gregorios Orthodox Christian Students Movement, NGCSM. His Grace had been involved in NGCSM since his time as a deacon and had served as the General Secretary of the same. During his tenure, he established student centers in Trivandrum, Kootmangalam, and Aluva, empowering the movement to become self-sufficient. His Grace also initiated the Mar Gregorios Rehabilitation Center for the Blind in Thiruvananthapuram, showcasing his dedication to charitable causes. Revered as the ambassador of the Malankara Orthodox Church, Philippos Mar Theophilus Tirumeni made significant contributions in the realm of ecumenism. His involvement began as a deacon in 1937 when he attended the World Conference on Faith and Order held at Edinburgh, along with His Holiness Basilios Georgis II. In 1939, he attended the First World Christian Youth Conference held at Amsterdam. His Grace played a pivotal role in the establishment of the World Council of Churches, WCC, in 1948 and was elected as the Secretary of the Faith and Order Division in 1952. His Grace's visits to the Eastern Orthodox churches resulted in their inclusion in the WCC, solidifying the bonds of unity. Recognized and respected by the Eastern Orthodox community, His Grace was accorded special privileges, such as being the sole invitee to the selection of the Patriarch, His Holiness Piman of the Russian Orthodox Church. His Grace attended WCC assemblies held from 1954 to 1974 at Evanston, New Delhi, Uppsala, and Nairobi. Additionally, His Grace represented the Church at the 1962 Church Central Committee in Toronto, the 1965 Oriental Orthodox Bishop Conference in Addis Ababa, the 1965 Leningrad Theological Conference, and the Christian Peace Conference in Budapest. His Grace's influence extended to international events, including an invitation to the Republic Day Parade of Romania as a chief guest, alongside the President and the Patriarch. His Grace was also keenly associated with numerous other humanitarian projects of the Church. He was instrumental in the development of Tadagam Bishop Walsh Memorial Hospital, Kolanjeri Malankara Medical Mission Hospital, and hospitals at Kootmangalam, Kunnamkulam, and Kottayam Cheriapalli. Indomitable spirit of His Grace, Dr. Philippos Mar Theophilus Metropolitan continued to inspire generations until his passing on the 28th of September, 1997. His final resting place is at the Trikunath Seminary in Aluva. His Grace's life's work, a testament to devotion, education, and service, will forever shine as a guiding light for the faithful. The life and legacy of His Grace, Dr. Philippos Mar Theophilus Metropolitan,
have left an indelible mark in the history of the Malankara Orthodox Syrian Church. Truly, a beacon of faith, compassion, and progress. His presence over here, but we will be blessed by the message of His Holiness. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് മലങ്കര സഭയുടെ 2 ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരുടെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. പുണ്യശ്ലോകനായ അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ 100-ാം ഓർമ്മ ദിനം ഈ വർഷം സെപ്റ്റംബർ 23-ാം തീയതിയാണ്. അതുപോലെ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പീലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ 25-ാം ഓർമ്മ സെപ്റ്റംബർ 28-ാം തീയതിയുമാണ്. ഇന്ന് ഈ 2 പിതാക്കന്മാരുടെയും ഓർമ്മ പരുമലയിൽ നാം ആചരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. മലങ്കര സഭയുടെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പിതാവായിരുന്നു ഭാഗ്യസ്മരണാർഹനായ അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനി. 1836 ജനിച്ച അദ്ദേഹം 1923 87-ാമത്തെ വയസ്സിൽ കാലം ചെയ്തു. ഇതിനോടകം സംഭവവിപുലമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഗോവയിൽ അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായി ആത്മീയ ജീവിതം ആരംഭിച്ചു. എങ്കിലും കത്തോലിക്ക സഭയിലെ ചില നവീകരണങ്ങളെ എതിർത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തെ കത്തോലിക്ക സഭ പുറത്താക്കി. തുടർന്ന് അദ്ദേഹം പൗരസ്ത്യ വേദശാസ്ത്ര ദർശനങ്ങളോട് കൂറുപുലർത്തി മലങ്കര സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. 1889 ജൂലൈ 29-ന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ് അഞ്ചാമനും പരുമല തിരുമേനിയും കണ്ടനാടിൻ്റെ പൗലോസ് മാർ ഈവാനിയോസ് തിരുമേനിയും കോട്ടയത്തിൻ്റെ കടവിൽ മാർ അത്താനാസ്യൂസ് തിരുമേനിയും ചേർന്ന് കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് അദ്ദേഹത്തെ യൂലിയോസ് എന്ന നാമത്തിൽ മെത്രാനായി വാഴിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കുറേ നാൾ സിനോഡിൽ താമസിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മലങ്കര സഭയ്ക്ക് വേണ്ടി പള്ളികൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബ്രഹ്മവാറിലും തുടർന്ന് സ്വന്തം സ്ഥലമായ ഗോവയിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അടിസ്ഥാനമുണ്ടാക്കുവാൻ ശ്രമിച്ചു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വലിയ ഭീഷണികളും പീഡനങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളത് ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം ആ പീഡനങ്ങളെയെല്ലാം നേരിട്ട് ജയിൽവാസം പല അവസരങ്ങളിലും സഹിക്കേണ്ടി വരികയും ചെയ്തു. എങ്കിലും അതിൽ നിന്നെല്ലാം മുക്തനായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 10 വർഷക്കാലം ആൻ അപ്പോസ്റ്റൽ ഓഫ് ചാരിറ്റി എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയതായ അനേക പുസ്തകങ്ങളിൽ കൂടിയാണ്. സഭയുടെ ദൗത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രസിദ്ധമായി അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോസ്തോലൻ ഓഫ് ചാരിറ്റി എന്നാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 1871 പനാജിയിൽ ഒരു ചാരിറ്റി അസോസിയേഷൻ തുടങ്ങി. അതിൻ്റെ സ്ഥാപനങ്ങളിൽ കുഷ്ഠരോഗികൾ, അംഗഹീനർ, മാനസിക വളർച്ച എത്താത്തവർ, സമൂഹത്തിൽ നിന്ന് ദൂരെ എറിയപ്പെട്ടിരിക്കുന്നതായ ആളുകൾ, പാവങ്ങൾ, ഭവനരഹിതർ,
ഭിക്ഷക്കാർ ഇങ്ങനെയുള്ള അനേകരെ സംരക്ഷിക്കുന്നതിന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 10 വർഷക്കാലം അദ്ദേഹം ചെലവഴിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ കത്തോലിക്കാ സഭയും ഗവൺമെൻറ്റും എതിർക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇതിനിടെ 1892 അദ്ദേഹം അമേരിക്കൻ വൈദികനായ റീനി വിലാത്തിയെ തീമോത്തിയോസ് എന്ന പേരിൽ മലങ്കര സഭയിൽ മെത്രാനായി വാഴിച്ചു. ഗോവൻ ഗവൺമെൻറ് അദ്ദേഹം വാങ്ങിപ്പോയ 1923 സെപ്റ്റംബർ 23 വലിയൊരു ബഹുമതിയും ആദരവും അനുശോചനവുമാണ് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തെ അവിടെയുള്ള കത്തോലിക്കാ സഭയുടെ സെമിത്തേരിയിൽ അവർ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം യാതൊരു തരത്തിലുള്ള പ്രൗഢിയുമില്ലാതെയാണ് കബറടക്കിയത്. എന്നാൽ 1967 അദ്ദേഹത്തിൻ്റെ ശവകുടീരം മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ നിർദ്ദേശപ്രകാരം പീലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ ശ്രമഫലമായി കണ്ടെത്തുന്നത്. 1989 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് എടുത്ത് ശവകുടീരം കണ്ടെത്തിയ തെയോഫിലോസ് തിരുമേനിയുടെ തന്നെ നേതൃത്വത്തിൽ പനാജിയിലെ സെൻറ്റ് മേരീസ് പള്ളിയിൽ സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ അവിടുന്ന് സെൻറ്റ് മേരീസ് പനാജി പള്ളി പുതുക്കി പണിതപ്പോൾ അവിടേക്ക് മാറ്റി സ്ഥാപിച്ചത് 2001 ഒക്ടോബർ 6 മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായാണ്. അദ്ദേഹത്തെ ഇന്നും വലിയ ഒരു പരിശുദ്ധനായിട്ട് ബ്രഹ്മവാർ കമ്മ്യൂണിറ്റി കാണുന്നു. അദ്ദേഹം ഗോവയിൽ നിന്ന് ബ്രഹ്മവാർ വന്ന് ഓർത്തഡോക്സ് സഭയുടെ ലത്തീൻ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്തതിൻ്റെ ഫലമായി ഏതാണ്ട് 5000-ഓളം കത്തോലിക്ക ഫാമിലി അവിടെ ഓർത്തഡോക്സ് സഭയോട് ചേർന്ന് ഒരു വലിയ ബ്രഹ്മവാർ കൊങ്ങിണി കമ്മ്യൂണിറ്റിയായി. അദ്ദേഹമാണ് ആദ്യമായി ലത്തീൻ ഭാഷയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധന ചൊല്ലുന്നത്. അതിനുശേഷം കൊങ്ങിണി ഭാഷയിലും ചൊല്ലുവാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തു. അങ്ങനെ പുണ്യശ്ലോകനായ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനി മലങ്കര സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും എന്നും അഭിമാനമാണ്, അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ശിഷ്യനായിരുന്ന ഫാദർ നൊറോണായും ഇന്ന് അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്നു. ബ്രഹ്മവാർ കമ്മ്യൂണിറ്റി അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയെയും ഫാദർ നൊറോണയെയും അവരുടെ പേട്രൺ സെയിൻസായും അംഗീകരിച്ച് ബഹുമാനിക്കുന്നു എന്നുള്ളതും മലങ്കര സഭയ്ക്ക് എന്നും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നടത്തുന്ന ഈ സമയം ബോംബെ, ബ്രഹ്മവാർ, അങ്കമാലി എന്നീ ഭദ്രാസനങ്ങളെ മെത്രാപ്പൊലീത്തന്മാരെയും മറ്റെല്ലാ ശുശ്രൂഷകരെയും പ്രത്യേകമായി നാം അഭിനന്ദിക്കുന്നു. അവരുടെ ശ്രമങ്ങൾക്കെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പീലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. 1911 ജനിച്ച് 1997 അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറുന്നത് 56-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നതായ എല്ലാ സേവനങ്ങളും സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ ആവുന്നതല്ല. അദ്ദേഹമാണ് 1964 ആദ്യമായിട്ട് സെറാംപൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് മലങ്കര സഭയുടെ തിയോളജിക്കൽ സെമിനാരിയെ അഫിലിയേറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തി പൂർണ്ണമായ അവസ്ഥയിൽ കൊണ്ടുവന്നത്. ഇന്ന് സെമിനാരിയുടെ അക്കാദമിക് ഫ്ലേവർ എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തെയോഫിലോസ് തിരുമേനിയുടെ ശ്രമത്തിലാണെന്നുള്ളത് അഭിമാനത്തോടെ മലങ്കര സഭയുടെ മക്കൾക്ക് ഓർമ്മിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പലതരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ 1964
അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത ആയിട്ട് നിയമിക്കപ്പെട്ടത് മുതൽ നേരിടേണ്ടി വന്നു എന്നുള്ളതും നമുക്കറിയാം. 1979 മുതൽ ബോംബെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തിലാണ് അദ്ദേഹം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെയും ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നത്. പുലിക്കോട്ടിൽ തിരുമേനി 1908 ആരംഭിച്ചതായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതിൻ്റെ സമുന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവർത്തിച്ച് അതിനെ ഉന്നത രംഗത്തിൽ എത്തിച്ചത് തെയോഫിലോസ് തിരുമേനിയാണ് എന്നുള്ളത് എല്ലാവർക്കും അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. അദ്ദേഹത്തെ ഓർമ്മിക്കാതെ ഒരിക്കലും മലങ്കര സഭയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിൽ കൂടി തുടർന്ന് അതിൻ്റെ അധ്യക്ഷനായിരുന്ന ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനി, ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, മറ്റ് തിരുമേനിമാർ, ഇപ്പോഴത്തെ MGOCSM പ്രസിഡന്റ് എബ്രഹാം മാർ സെറാഫിം തിരുമേനി എന്നിവർ ആ പാത പിന്തുടർന്നു എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ട്. MGOCSMൻ്റെ ഇന്നത്തെ വളർച്ചയുടെ എല്ലാ കാരണവും അദ്ദേഹമാണെന്ന് അതിന് ഒട്ടും സംശയമില്ല. ആലുവായിലും കോട്ടയത്തും തിരുവനന്തപുരത്തുമായി 3 സ്റ്റുഡൻറ്റ് സെൻറ്ററുകൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. അത് ഫലപ്രദമായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി മലങ്കര സഭയ്ക്ക് ലോകമെമ്പാടും വലിയ അംഗീകരണമാണ് ലഭിച്ചത്. അദ്ദേഹമാണ് മലങ്കര സഭയുടെ അംബാസഡർ എന്ന രീതിയിൽ WCCയിൽ പ്രവർത്തിച്ചത്. 1960കളിൽ മലങ്കര സഭ വിദേശ സഭകളിൽ അറിയപ്പെട്ടിരുന്നത് തെയോഫിലോസ് തിരുമേനിയുടെ സഭ എന്നാണ്. അത്രമാത്രം ഉന്നതമായ അവസ്ഥയിലേക്ക് സഭയുടെ റെപ്രസെൻറ്റേറ്റീവായി എക്യൂമെനിക്കൽ രംഗത്ത് അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതിന് സംശയമില്ല. അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന്, സ്കൂളുകൾ ഉണ്ടാകുന്നതിന്, കോളേജുകൾ ഉണ്ടാകുന്നതിനൊക്കെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ബോംബെ ഭദ്രാസനത്തിൽ ഇന്ന് കാണുന്ന അനേക സ്കൂളുകളുടെ എല്ലാം ആരംഭം അദ്ദേഹത്തിൽ കൂടിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാനാവുന്നതായ കോലഞ്ചേരി മെഡിക്കൽ കോളേജും കങ്ങഴി ആശുപത്രിയും മറ്റ് ആതുര സേവന രംഗത്ത് തല ഉയർത്തി നിൽക്കുന്ന പല ഹോസ്പിറ്റലുകളും ആരംഭിക്കുന്നതിനും അവ ആതുര സേവന രംഗത്ത് സഭയ്ക്കൊരു മുതൽക്കൂട്ടായി തീരുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരം ഇടയായി തീർന്നു. അത് മലങ്കര സഭയ്ക്ക് എന്നും നന്ദിയോടെ ഓർക്കാനുള്ളതാണ്. ഈ പിതാക്കന്മാരുടെ ഓർമ്മ അനുഗ്രഹമായി തീരട്ടെ. പുണ്യശ്ലോകനായ അൽവാരിസ് തിരുമേനിയുടെ 100ാം ഓർമ്മയും ഭാഗ്യസ്മരണാർഹനായ തെയോഫിലോസ് തിരുമേനിയുടെ 25ാം ഓർമ്മയും മലങ്കര സഭയ്ക്കെന്നും അഭിമാനം നൽകുന്നതും മലങ്കര സഭാ മക്കൾക്ക് എന്നും സന്തോഷവും അതിലുപരി രോമാഞ്ചം കൊള്ളുന്ന ഓർമ്മകൾ നൽകുന്നതുമായി തീരട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. The motivational words of His Holiness Basilius Marthoma Matthews III, മലങ്കരയുടെ മണിത്തേരിലിരുന്ന സഭയെ നയിക്കുന്ന മലങ്കരയുടെ മാറ്റുലിയായ മണിക്യമായ മണദീപമായ മഹായിടയനായ പരിശുദ്ധ ബാവ തിരുമേനിക്ക് ഭയഭക്തി ബഹുമാനാദരവുകൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് പിതാക്കന്മാർ വേദിയിൽ ഉപവിഷ്ടരാകാതെ താഴെ തന്നെ ഉപവിഷ്ടരായത്. ഇപ്പോൾ ഈ അവസരത്തിൽ പിതാക്കന്മാരും അതുപോലെ മറ്റ് പ്രധാന വ്യക്തികളും വേദിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. His Grace Givergis Mar Kurilos, Metropolitan, Bombay Diocese. His Grace Yohanan Mar Polycarpos, Angamali Diocese. His Grace Joseph Mar Dionysius, Koilon Diocese. His Grace Yakub Mar Elias, Metropolitan, Brahmawar Diocese. His Grace Givergis Mar Theophilos, Ahmedabad Diocese.
Very Reverend K.V. Paul Remban, Dr. Abraham Mar Seraphim Metropolitan. We are also lucky to have the presence of Father Saji Amail. His Grace Givergis Ma Barnabas Metropolitan is also here. We kindly request His Grace Givergis Ma Barnabas Metropolitan to come to the dais. We are also happy to have Advocate Biju Oman. He is the Secretary of the Malangara Association. ഇനി പ്രാർത്ഥന ഗീതത്തിൻ്റെ സമയമാണ്. അതിനുശേഷം ലോർഡ്സ് പ്രെയർ ചൊല്ലുന്നതാണ്. അതിനുശേഷം മാത്രമേ എല്ലാവരും ഉപവിഷ്ടരാകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ എഴുന്നേൽച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. All of you are kindly requested to stand in your places because we have the prayer song. ദീർഘദർശിമാരിൽ തലവനായ മോശ ആദ്യ സങ്കീർത്തനം ആലപിച്ച ആരാധനയുടെ ഭാഗമാക്കി രാജാവും നബിയും കവിയും സംഗീതജ്ഞനുമായ ദാവീദ് തൻ്റെ നന്ദുനിയിൽ വിരലോടിച്ച് പാടി, എൻ്റെ യഹോവ എൻ്റെ ഇടയനാകുന്നു. മാർ അപ്രേമും മാർ യാക്കോബും മാർ മലായിയും സുറിയാനിയിൽ സംഗീത സാഗരം സൃഷ്ടിച്ചു. ആ ശ്രേണി വിപുലമാവുകയാണ്. മലങ്കര സഭയുടെ സ്വന്തം ഗാനഗന്ധർവൻ റെവറൻഡ് ഫാദർ ഡോക്ടർ എം പി ജോർജ് നമുക്കായി ഇപ്പോൾ ഭക്തിഗാനം ആലപിക്കുന്നു. Rendition of the devotional song will be done by the miraculous Maestro, Reverend Father Dr. M.P. George. We take this opportunity to congratulate him for being selected to the higher post of Chorepiscopos from Kottayam Diocese. Here I am going to chant a Sanskrit shloka, and this is the meaning that I am going to chant. O blissful Lord, Thou art the self of all beings, the support of all, the eternal, the cause of all causes, beyond the bounds of nature. Thou art the pure, self-effulgent, without blemish and without taint. Thou art bliss eternal, without form and duality. Beyond all darkness, Thou art greater than the greatest. Truth absolute, the very embodiment of existence. O Lord, Thou art the mother, father, brother of all. Thou art the supreme Brahman, the supreme Lord, and all things are manifestations of Thee.
സർവഭൂതാത്മഭൂതസ്ഥം സർവധാരം സനാതനം സർവകാരണ കാരകം നിദാനം പ്രകൃതേ പരം നിരാമയം നിരാഭാസം നിരവധ്യം നിരഞ്ജനം നിത്യാനന്ദം നിരാകാരം അദ്വൈതം പരാത്പരം തത്വം സത്യാനന്ദം ചിദാത്മകം മനസാ ശിരസാ നിത്യം പ്രണമാമി രഘുത്തമം മാതാ പിതാ തഥാ ഭ്രാതാത്വമേവ രഘുവല്ലഭ സർവേഷാം ത്വം പരം ബ്രഹ്മം ത്വന്മയം സർവമേവാഹി Thank you, Char. Let us remember the. Yes, let us put our hands together for a round of applause, although it's a prayer song. Let's remember the jubilarians as well as all the church fathers who departed, who had contributed. ഈ കൂട്ടായ്മയെ ദൈവസന്നിധിയിൽ വേർതിരിച്ചും പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെ എല്ലാ പിതാക്കന്മാരെയും കർത്തൃ സന്നിധിയിൽ വേർതിരിച്ചും വൈദികരും വിശ്വാസികളും അവരെ കർത്തൃ സന്നിധിയിൽ സമർപ്പിച്ചു. പ്രത്യേകിച്ചും നാം ഇന്ന് അനുസ്മരിക്കുന്ന രണ്ട് പിതാക്കന്മാരെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വേർതിരിച്ചും നമുക്ക് ഉരുവിടാം കർത്തൃ പ്രാർത്ഥന. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, please visit. We were able to remember all the church fathers who had departed us. And also we remember the lay leaders, starting from K.C. Maben Mapla, Rao Sahib O.M. Sharian, and latest, the former chief minister who had departed few days back. Now we move on to the welcome address. Dr. Paul Manalil, the research
fellow and author and journalist who received his PhD on history of Malayalam journalism, a member of the Malankara Orthodox Church, a proud son of Malankara Orthodox Church. A number of books are to his credit. May we request Dr. Paul Manalil, in his capacity as the general convener of this session, to deliver his welcome address. യോഗത്തിൻ്റെ അധ്യക്ഷൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയും ബോംബെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയുമായ അഭിവന്യ ഗീവറീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദികരെ, റമ്പാച്ചൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. സിലോൺ, മലബാർ ഒഴിച്ചുള്ള ഇന്ത്യ, ഈ 3 പ്രദേശങ്ങളുടെ ആർച്ച് ബിഷപ്പാണ്, ആർച്ച് ഡയോസിസിൻ്റെ മെത്രാപ്പോലിത്തയായി അഭിഷേകം ചെയ്തത്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ അതേപ്പറ്റി ഒന്നും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട്? പരിശുദ്ധ പരുമല തിരുമേനിയുടെ ശിക്ഷണത്തിലാണ് ഈ ലത്തീൻ റീത്തിൽ നിന്ന് പുനരയിക്കപ്പെട്ട അൽവാരിസ് തിരുമേനി മലങ്കര സഭയുടെ ആചാരക്രമങ്ങൾ പഠിച്ചതും പരിശീലിച്ചതുമൊക്കെ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ശിക്ഷണത്തിലാണ്. പരുമല തിരുമേനിയേക്കാൾ മുതിർന്ന ഒരു വൈദികനായിരുന്നെങ്കിലും പരുമല തിരുമേനിയുടെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം മലങ്കര സഭയിലേക്ക് വന്നത്. പിന്നീട് അദ്ദേഹം പരുമല തിരുമേനി യൂസ്ലൈൻ യാത്ര നടത്തിയപ്പോൾ നിർണം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയൊക്കെ കുറച്ച് ഇതെല്ലാം ചരിത്രമാണ്. ഞാൻ അതേപ്പറ്റി ഒന്നും പ്രവേശിക്കുന്നില്ല. അത് നമ്മൾ അൽവാരിയസ് തിരുമേനിയെ ആ രീതിയിൽ മലങ്കര സഭ കാണുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു ആമുഖമായി ഞാൻ അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാപ്പോലിത്ത മലങ്കര സഭയുടെ അംബാസഡറായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആളുകൾ ധാരാളം ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തെപ്പറ്റി കൂടുതലായി പറയേണ്ട ആവശ്യമില്ല. മലങ്കര സഭയുടെ ദക്ഷിണാശാലിയായ ഒരു മെത്രാപ്പോലിത്തയായിരുന്നു. അനേകം പീഡനങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. സഭയുടെ ആ കാലഘട്ടത്തിൽ അനേകം വേദനകളും ത്യാഗങ്ങളും കഷ്ടപ്പാടും സഹിച്ചിട്ടുണ്ട്. അവരെ, ആ പുണ്യപിതാക്കന്മാരെയെല്ലാം നമ്മൾ ഓർക്കുന്നത്, മലങ്കര സഭയുടെ സമകാല സമൂഹം ഈ പുണ്യപിതാക്കന്മാരെ, ഇവരെല്ലാം നമുക്ക് പ്രാതസ്മരണീയരാണ്. ഈ പ്രാതസ്മരണീയരായ പിതാക്കന്മാരെ വിസ്മരിച്ചുകൊണ്ട് മലങ്കര സഭയ്ക്ക് ഈ നൂറ്റാണ്ടിൽ മിഷണറി സഭയായി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവരെ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ള ഒരു ആശയത്തിൻ അടിസ്ഥാനത്തിലാണ് ഈ പിതൃസ്മൃതി ഇവിടെ ആഘോഷിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് സ്വാഗതം ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്യ ഗീവറീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തയാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും വിശദമായി പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത്. ഞങ്ങൾക്കെല്ലാം ശക്തിയും പിന്തുണയും തന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. അദ്ദേഹത്തെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം നേർന്നുകൊള്ളുന്നു. രണ്ടാമതായി ശ്രീ ശശി തരൂർ, അദ്ദേഹം ഉടനെ എത്തിച്ചേരും. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആദ്യമായിട്ടാണ് അദ്ദേഹം പരുമലയിൽ കവറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് മലങ്കര സഭയുടെ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ നിർണായകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിതാക്കന്മാരുടെ മിഷൻ ദർശനവും സാമൂഹ്യ പ്രതിബദ്ധതയും മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ കർമ്മധീരതയിൽ പ്രചോദനവും ആവേശവും ഉൾക്കൊണ്ടിട്ടാണ് മലങ്കര സഭയുടെ ഈ ക്ഷണം ശ്രീ ശശി തരൂർ സ്വീകരിച്ച് ഇവിടെ വരാമെന്ന് സമ്മതിച്ചത്. അദ്ദേഹം ഉടനെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ നമുക്ക് ഈ 2 പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പരിശുദ്ധ കാതോലിക്ക ബാവ ശാരീരികമായ അസൗകര്യങ്ങൾ കൊണ്ട് അദ്ദേഹം 10 ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ദേവലോകത്ത്
വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അവിടെ പരിശുദ്ധ പിതാവ് അവിടെ നമ്മളെ ഇരുന്ന് നമ്മുടെ ഈ ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ നമ്മുടെ എല്ലാം സഭയുടെ അധിപനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ കർമ്മ പരിപാടികൾ ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് നമ്മുടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനാപൂർവം ആയ സ്വാഗതം നേർന്നുകൊള്ളുകയാണ്. ഈ വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റിയാണ് ബഹുമാനപ്പെട്ട തോമസ് ഫറീസ് അമേലച്ചൻ, ശ്രീ ബിജുമ്മൻ, ഏറ്റവും ഊർജ്ജസ്വലനായ നമ്മുടെ സഭാ സെക്രട്ടറിയാണ് ശ്രീ ബിജുമ്മൻ, ഗീവറീസ് മാർ ബർണബാസ് തിരുമേനി, അതേപോലെ ഗീവറീസ് മാർ തെയോഫിലോസ് തിരുമേനി, എബ്രഹാം മാർ സറാഫീം തിരുമേനി, യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി, ജോസഫ് മാർ ദിവന്യാസിയോസ് തിരുമേനി, യൂഹാനൻ മാർ പോളിക്കോ കാർപ്പസ് തിരുമേനി, ഈ പിതാക്കന്മാരുടെ എല്ലാം സാന്നിധ്യം ഈ വേദിയിലുണ്ട്. അവർക്കെല്ലാം ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന ഈ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് ഇത് കേരളത്തിന് പുറത്തും പല സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകളും ഇന്ത്യക്ക് പുറത്തുമുള്ള ആളുകൾ പല വേദികളിൽ സൂം മീറ്റിലിരുന്ന് സംഘടിപ്പിച്ച ഒരു സമ്മേളനമാണിത്. അത് ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാം ഒന്നിച്ച് ഇന്നലെ കാണുന്നത്. അപ്പോൾ ഈ പരിപാടി ഇത്ര വിജയകരമായി നടത്തുന്നതിന്, ഇതിൻ്റെ സംഘാടനം വളരെ മികവുറ്റ രീതിയിൽ നടത്തുന്നതിന് പ്രയത്നിച്ച ചുമതലപ്പെട്ടവരാണ് വേദിയിലിരിക്കുന്നത്. അവരെ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. ആദ്യം 800 പേർക്കാണ് ഇവിടെ പ്രവേശനത്തിനുള്ള സൗകര്യമുള്ളത്, കാരണം ഭക്ഷണത്തിനും ഒക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ആ 800 പേരെന്നുള്ളത് 1000-ആയി, 1200-ആയി. 1200-ആയപ്പോൾ ഞങ്ങൾ അത് രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്തു, കാരണം ഇരിക്കാനുള്ള അസൗകര്യമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ മലങ്കര സഭയിൽ എത്രയോ ഇതേപോലെയുള്ള അത്ഭുതങ്ങളാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ ആളുകൾ വന്നിരിക്കുന്നത്? കേരളത്തിൽ പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഈ സമ്മേളനത്തിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു സംഗതി, അൽവാരസ് തിരുമേനിയുടെ കുടുംബത്തിൽ നിന്ന് 7 പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് അൽവാരിസ് തിരുമേനി. ആൻഡ് എല്ലാവർക്കും ഒരു കയ്യടി കൊടുത്താൽ വളരെ നന്നായിരുന്നു. അതേപോലെ താങ്ക് യു. അതേപോലെ അഭിമന്യ തേവൂരസ് തിരുമേനിയുടെ കുടുംബാംഗങ്ങളുടെ ഉണ്ട്. അവരെല്ലാം നമ്മുടെ ഭാഗമാണ്. കോട്ടയം ചെറുപള്ളിയിൽ നിന്നൊരു സംഘം വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഞാൻ സ്വാഗതം നേരുന്നു. അതേപോലെ ബ്രഹ്മവാർ സമൂഹത്തിൽ നിന്ന് അൽവാരിസ് തിരുമേനി സ്ഥാപിച്ച ബ്രഹ്മവാർ വിഷൻ അത് വളർന്ന് വികസിച്ച് മലങ്കര സഭയുടെ ഒരു പുതിയ ഭദ്രാസനമായി മാറിയിരിക്കുകയാണ് ബ്രഹ്മവാർ ഭദ്രാസനം. ആ ബ്രഹ്മവാർ ദേവാലയത്തിൽ നിന്ന് അൽവാരിസ് തിരുമേനി സ്ഥാപിച്ച ആ മിഷൻ്റെ ആസ്ഥാനത്ത് നിന്ന് 200ഓളം പ്രതിനിധികൾ ഇന്നലെ തന്നെ അവർ കേരളത്തിലെത്തി, പരുമലയിലെത്തി. അവർക്ക് നമ്മുടെ മലങ്കര സഭയിലെ എല്ലാ പള്ളികളും പ്രധാനപ്പെട്ട പള്ളികൾ സന്ദർശിച്ചു. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർക്കും നമ്മളൊരു അവർ ദയവായി ഒന്ന് നമ്മുടെ വൈദികരും ബ്രഹ്മവാർ കമ്മ്യൂണിറ്റി പ്ലീസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ചടങ്ങിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Dr. Paul. Now we move on to the presidential letters. Senior Bishop and former General Secretary of MJSism, the Diocesan Metropolitan of Bombay, His Grace Givergis Markurilos. He was the president of NCCI and Maharashtra Council of Churches. He is the founder of Gregorian Community. Known for his graceful actions and manners, he maintains very cordial relations with the herds of
the other Orthodox churches, may we kindly request Mark Kudlos Thirumeni to deliver the presidential address. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ പിതാക്കന്മാരെ, അസോസിയേഷൻ സെക്രട്ടറി, വൈദിയസ് ട്രസ്റ്റി, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശിഷ്ടാതിഥികളെ, ശ്രദ്ധേയമായിട്ടുള്ള ഈ മുഹൂർത്തത്തിൽ ദൈവകാരുണ്യം ധാരാളമായിട്ട് അനുഭവിക്കുമ്പോൾ ആ കരുണയുടെ മുമ്പിൽ ശിരസ് നമിക്കുകയും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ഈ സമ്പന്നമായിട്ടുള്ള മുഹൂർത്തത്തിന് ദൈവത്തിന് സ്തോത്രം പാടുകയും ഈ സമ്മേളനത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ കൈമാറണമേ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സമ്മേളനമായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത്. രണ്ട് പുണ്യപ്പെട്ട പിതാക്കന്മാരെക്കുറിച്ച് അവരുടെ ജീവിതത്തിലെ വളരെ വിശിഷ്ടമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളെങ്കിലും അടർത്തിയെടുത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വീഡിയോകൾ ഇവിടെ അവതരിപ്പിച്ചു. ഈ സഭയുടെ പ്രധാന മേൽധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബാവ തിരുമേനി ശ്രദ്ധേയമായി ആ പിതാക്കന്മാരെക്കുറിച്ച് അനുസ്മരിച്ചു. അവരുടെ സംഭാവന എന്താണ്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചു. ഓർത്തഡോക്സ് സഭയുടെ ഒരംഗമല്ലാത്ത ഒരു വ്യക്തി ഈ സമ്മേളനത്തിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള സന്ദേശം പകരും എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ രണ്ട് പിതാക്കന്മാരെക്കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ചുരുക്കമായി അവതരിപ്പിക്കുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. രണ്ടുപേരും ഏകദേശം 87 വയസ്സോളം ജീവിച്ചിരുന്നു. അവസാന ഘട്ടം വലിയ വെല്ലുവിളികൾ നേരിട്ടവരാണ് രണ്ടുപേരും ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടത് ഏതാനും ദിവസത്തെ ഗ്യാപ്പിനുള്ളിലാണ്. അഭിവന്യ അൽവാരിസ് തിരുമേനി സെപ്റ്റംബർ 23 കർത്തൃസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടപ്പോൾ 4-5 ദിവസത്തിനുള്ളിൽ 10-75 വർഷത്തിന് ശേഷം 75 വർഷത്തിന് ശേഷമാണെങ്കിലും അഭിവന്യ തേഫിലസ് തിരുമേനി സെപ്റ്റംബർ 28 കർത്തൃസന്നിധിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. യാതനകളുടെ കാര്യത്തിൽ മലങ്കര സഭയിലെ ഒരു മേൽപ്പെട്ടക്കാരൻ അനുഭവിക്കേണ്ടാത്ത അനുഭവങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട്. അൽവാരിസ് തിരുമേനി കാൽവരിയിൽ പരമയാഗമായി തീർന്ന നമ്മുടെ രക്ഷകനായ മിശിഹാതമ്പുരാൻ്റെ പങ്കപ്പാടുകളുടെ നാളുകളിൽ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട മാർ അൽവാരിസ് തിരുമേനി തെരുവിൽ ഭിക്ഷാടകനായി കുരിശിൽ കിടന്ന രക്ഷകനെ പോലെ നഗ്നനായി നിമിഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. The suffering of Mar Alvaris, not only in a particular moment, but also when he decided to join and confirm the faith, the true faith. The great value of the legacy of orthodoxy, the faithfulness to the Lord, and the relevance in terms of the commitment as per the design from above. All these things can be clubbed together to identify this great martyr. Dr. Theophilus, even though he had been moving above
the Lakshmana Rekha in terms of the relationship. Unfortunately, he was isolated, he was cornered, he was accused, in which he was into tears, but he didn't say anything against the so-called enemies. Both had to suffer, but they were firm, they were deeply dedicated, they were articulate, they were totally committed for a greater cause. Both the great fathers had been meritorious in their advancement. Their writings, their contributions of various kinds, their remarkable approach to various issues, not only inside the church, but also in the ecumenical world and the wider ecumenical sphere, enriched us as an old, ancient, traditional church, which can be identified as the National Church of India. എക്യുമെനിക് പ്രസ്ഥാനത്തിലും മറ്റു പല തലങ്ങളിലും അവിടേതായിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന് നമുക്കറിയാം. Even today, the Malankara Orthodox Church is not comfortable or convinced to go out and preach the gospel and bring people to the cross and the Master of the cross. Alvaris, during his time when he was serving in Goa, which was under the Portuguese, moved out of that space, traveled far and wide in other states to bring the good tidings of the gospel, the remarkable setting in terms of the Christian values, the love and mercy of God, which can be extended in a very effective manner. Which was followed by late lavender Dr. Philippos Theophilus in a different shade, different design, but with the same warmth of the depth of the commitment and solidarity. ഈ രണ്ട് പിതാക്കന്മാരുടെയും ദേഹവിയോഗത്തിൻ്റെ മാത്രമല്ല, മറ്റു മുഹൂർത്തത്തിലുള്ള അനുഭവങ്ങളുമൊക്കെ വളരെ ശ്രദ്ധേയമാണ്. സമാരാധ്യനായ ഇന്നത്തെ പ്രധാന അതിഥി മൈലുകൾ താണ്ടി വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രസന്നമുഖനായി ആവേശത്തോടെ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആ ആനന്ദത്തിൽ എൻ്റെ വാക്കുകൾ മുങ്ങിപ്പോകുന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശശി തരൂർജി ഈ വേദിയിലേക്ക് കടന്നു വന്നത് ഈ സമ്മേളനത്തെ എത്രമാത്രം പുളകമാർക്കുന്നു എന്നുള്ളത് ഞാനെടുത്ത് പറയേണ്ട ആവശ്യമില്ല. Here is an icon of human touch. Here is a remarkable person. If he were identified as a UN leader, the face, vision and mission of UN would have been completely transformed. Here is a charismatic person who has owned the content of the Indian culture and heritage, who is courageous enough to speak out what shall be the priority of Bharat Mata today in the changing scenario. And he has got the guts, he has got the commitment, he has got the dedication to revive the face of Bharat Mata into a modern setting, which would be courageous enough to face the challenges, move in the right direction as the world power without any confusion. അദ്ദേഹം കടന്നു വന്ന ഒരവസരത്തിൽ
ഇത് പിതാക്കന്മാരെക്കുറിച്ച് പോലും പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്ന പലതും ഞാൻ മാറ്റിവെക്കുകയാണ്. കാരണം അദ്ദേഹത്തെ കേൾക്കുവാനാണ് നാം എല്ലാം ശ്രദ്ധിക്കുന്നത് എന്നെനിക്കറിയാം. വളരെ ദൂരം താണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആയിരിക്കണം ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു നേർച്ചയായിരുന്നു. അതിനുവേണ്ടി പല വിധത്തിൽ ശ്രമിച്ചു. എൻ്റെ ഒരു ഉറ്റ സ്നേഹിതൻ ശ്രീ കുര്യൻ കോച്ചിയുടെ മകൻ ജോണാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിൽ കൂടിയാണ് ഈ വാർത്ത ഇദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ സന്തോഷം അത് സ്വീകരിച്ചു. ഈ കഴിഞ്ഞ ദിവസം ദിവംഗതനായ ഉമ്മൻചാണ്ടി കടന്നുപോയി കഴിഞ്ഞ കേരളം അടിപൊളിയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സാരോ ക്രിസ്ത്യാനികളോ അല്ല, നാനാജാതി മതസ്ഥർ അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് കവിണ് വീണ് പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും തിരികൾ കത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ കോട്ടയത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ വലിയ പ്രസിദ്ധരായിട്ടുള്ള നേതാക്കളുടെ മധ്യേ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഒരല്പം നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യനെ എത്രമാത്രം കേരളത്തിന് ഭാരതത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥിയെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് ഇവിടെ സമയം വേർതിരിക്കുമ്പോൾ മലങ്കര സഭയ്ക്ക് ഈ സമ്മേളനത്തിന് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ആഠ്യത്വത്തോടെ ഭാരതത്തെ കാണുവാനും അതിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുവാനും ഇത് ആഗോളതലത്തിൽ വളരെ ഉന്നം പിടിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹായകരമായിട്ടുള്ള ഇതുപോലുള്ള ആളുകളെ സമൂഹത്തിൽ ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ആദരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു നാളെയിലേക്ക് നടന്നെടുക്കണം. ഞാൻ എൻ്റെ കന്നി യാത്ര വിദേശത്ത് പോയത് 1978 സ്വിറ്റ്സർലൻഡിൽ 2 കോൺഫറൻസ് പങ്കെടുക്കാൻ. അവിടെ ചെന്ന് സ്നേഹിതരൊക്കെ സ്വയം പരിചയപ്പെടുത്തിയ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഐ ആം ഫാദർ ജോർജ് കുര്യൻ ഫ്രം ഇന്ത്യ. അവിടെ ഇരുന്നുകൊണ്ട് ഒരു യൂറോപ്യൻ ചെറുപ്പക്കാരൻ ചെറുതായിട്ട് ഒന്ന് പുറത്തു, ദർ ഈസ് ലോട്ട് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അത് സത്യമായിരുന്നു. ഞാനത് അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വീണ് കിട്ടിയ അടുത്ത നിമിഷം ഞാൻ പറഞ്ഞു, വാട്ട് മൈ ഫ്രണ്ട് സെഡ് ഈസ് ട്രൂ, ബട്ട് the legacy of India is beyond the comprehension of this crowd. If somebody tries to knock at the door of Islam, there may not be a door. But approach somebody to have a meal. That family of the slum may be having 2 chapatis and a little dal, to be divided among the 5 or 6 and go to sleep. They will be more than happy to hand over that bowl of food to the guest and sleep starving. That's the culture of India. They were shocked. ഈ ലെഗസി ലോകത്തിൻ്റെ പല ഭാഗത്തും ആഠ്യത്വത്തോടുകൂടി അവതരിപ്പിക്കുവാൻ കൽപ്പുള്ള ഒരു മനുഷ്യനെയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം മലങ്കര സഭയിലെ 25-100 വർഷം മുമ്പ് നമ്മിൽ പലരും കണ്ടിട്ടില്ലാത്ത ചില വിശിഷ്ട ഭാവങ്ങളുള്ള 2 വ്യക്തികളെ വരച്ചു കാട്ടുകയും മലങ്കര സഭയുടെ മാത്രമല്ല ഭാരതത്തിൻ്റെ നാളെയെക്കുറിച്ചുള്ള നല്ല ചിന്തകളെ വേർതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് വഴിമാറുക ഉള്ളതാണ് എൻ്റെ അധ്യക്ഷ ദൗത്യം. ഞാൻ പൂർണ്ണമായി കാണുന്നു. കേരളം വളരെ അപകടകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോവുകയാണ്. കൊച്ചുകുട്ടികൾ പോലും ഡ്രഗ്സിന് അടിമപ്പെട്ട് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് തകർന്ന തരിപ്പണമാവുമ്പോൾ അതിൻ്റെ നാണയങ്ങൾ സ്വരൂപിക്കുന്നതിൽ വൻ പുള്ളികൾ വളരെ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ എന്ന പോലെ അതിന് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് വളരെയധികം അധപ്പതിച്ചു.
തിരുവോണക്കാലത്ത് ഒരുവൻ്റെ തലയിൽ ചവിട്ടി അവനെ താഴോട്ട് താഴ്ത്തിയതുപോലുള്ള മൂല്യച്യുതിയുടെ ഒരു കാലഘട്ടത്തിൽ ഈ സമ്മേളനം വേർതിരിക്കുന്നത് രണ്ട് പിതാക്കന്മാർ അന്ന് നൽകിയ ചില പ്രത്യേകമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള സംഭാവനകളെ അനുസ്മരിക്കുന്നത് മാത്രമല്ല, അവരിന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആർഷഭാരതത്തിൻ്റെ, മലങ്കര സഭയുടെ, മലയാളക്കരയുടെ സാക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് അവരുടെ നാവിൽ നിന്ന് ഉയർന്നു വരുമായിരുന്നു. അത് അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ ഒപ്പം നടക്കുവാൻ ഈ സമൂഹത്തിന് ഒരു പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു ദിവസമായി ഇത് തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി നമ്മുടെ എല്ലാ ആദരവും അഭിമന്യ പിതാക്കന്മാർക്കും നമ്മുടെ മുഖ്യാതിഥിക്കും കൈമാറി. ഇത് ഞാൻ നാട്ടിലില്ലാതിരുന്ന അവസരത്തിലാണ് പല പരിപാടികളും ക്രമീകരിച്ചത്. വന്യപിതാക്കന്മാരും പുരോഹിതന്മാരും ഇതിൻ്റെ കൺവീനർമാരും വളരെ അത്ഭുതകരമായിട്ട് ഇത് ക്രമീകരിച്ച് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന രീതിയിൽ ഇത് വേർതിരിച്ചതിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കടപ്പാടും കൂടെ വേർതിരിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you very much, Tirumeni, for your inspiring words. Now we move on to the inaugural ceremony. We will be lighting the traditional lamp. ഇന്നിവിടെ ചരിത്രം കുറിക്കപ്പെടുകയാണ്. വിശ്വ പൗരൻ ഡോക്ടർ ശശി തരൂർ മലങ്കര സഭയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പിതാക്കന്മാർ പങ്കെടുക്കുന്ന ഉജ്ജ്വലമായ പരിപാടി, അതിൽ സഭയുടെ എല്ലാ മെത്രാപ്പൊലിത്തമാരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അഭിവന്യ ഭരണവാസ് തിരുമേനി കൂടി ആ ലൈറ്റിൻ്റെ ലാമ്പിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. Let us sing together the familiar song, വെളിവ് നിറഞ്ഞ ഈശോ. Please everybody join with us. വെളിവു നിറഞ്ഞോ ഈശോ നിൻ വെളിവാ കാണുന്നു, വെളിവിയടിയാരഖില ഭാരമത വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കെന്നും. Thank you. A stunning rendition of the song is now in the offing. Nithya Maman, who has grabbed a high position in the playback singing field and proud daughter of Malangara, will be performing now. മാസ്മരികമായ നാം ഏവരും കാത്തിരുന്ന അസുലഭവ മുഹൂർത്തം സംജാതമായിരിക്കുകയാണ്. വിശ്വ പൗരൻ ഡോക്ടർ ശശി തരൂർ, പകരം വയ്ക്കാനാവാത്ത പുരുഷ കേസരി, ബഹുഭാഷാ പണ്ഡിതൻ, കഠിന വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ധിഷണാശാലി, ലണ്ടനിൽ ജനിച്ച് ഇന്ത്യയിൽ പഠിച്ച് 23-ാം വയസ്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കർമ്മകുശലൻ. അദ്ദേഹത്തെ എല്ലാവരും കാത്തിരിക്കുകയാണ്. Let me try to introduce Dr. Tharoor using Tharoorian vocabulary. The limbid sesquipedalian with perspicacity, the most scripturian with no compromise on floxinosyllipilification. ഇവിടുത്തെ ഓരോ മന്ദിരയും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ്. May I kindly request Dr. Shashi Tharoor for his keynote address. His Holiness
Moran Mar Baselios Marthoma Matthews III, Catholicos of the East and Supreme Head of the Malankara Orthodox Church, His Holiness Georgis Mar Kurilos, Mumbai Diocese Metropolitan and President of the Pithru Smrithi General Committee, the respected bishops present on the stage, Yohanan Mar Polycarpos, Joseph Mar Dionysius, Jakub Mar Elias, Abraham Mar Seraphin, Georgis Mar Theophilus, Georgis Mar Barnabas, the lay members here, Advocate Biju Uman, Father Biju P. Thomas, the Program Committee Convener, Father Dr. Paul Mananil, General Convener, Reverend Father George, Reverend Father Thomas Verghese Anil, ladies and gentlemen, friends, സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ സദസ്സിൽ പലവരും മലയാളം സംസാരിക്കാത്ത കാരണം ഞാൻ ഇംഗ്ലീഷിലാണ് എൻ്റെ പ്രഭാഷണം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. വിരോധമില്ല എന്ന് വിചാരിക്കുന്നു. It is a privilege and an honor to join this distinguished gathering here in Parumala for the Pithru Smrithi and to have the honor of paying homage to the immortal legacy of the late lamented Julius Mar Alvarez and the late lamented Dr. Philippos Mar Theophilus. My grateful thanks to His Holiness Baba Tirumeni and His Holiness Kurilos Tirumeni for inviting me to add my own voice to the many well-wishers and the faithful who have gathered here today to pay tribute to these remarkable prelates of this church. And it is, of course, for us all the more moving that this takes place just 10 days after the passing of an illustrious son of this church, Sri Uman Chandi, my friend and senior colleague and leader in the Congress Party. And I would like, in this brief sentence, to pay tribute to him and his great soul as well. Let me begin by saying I'm honored to be here with you in Parumala, a place that has evolved over the years not just as a spiritual powerhouse of the church, but also in many ways as a pilgrimage center that is the very heartbeat of this church. And to the faithful who flock to this village in droves each day to pay tribute at the final resting place of a great saint, Saint Gregorius of Parumala, known to everyone here as Parumala Tirumeni, a source of blessing and succor to lakhs of people within the church and beyond. I do not need to touch on the remarkable life of Parumala Tirumeni here before a gathering of the faithful, but I will say that his great life was his calling, a life defined by an extraordinary sense of purpose and a deep spiritual foundation rooted in spreading the light of Christ amongst those living in darkness. His indelible contributions to our society, particularly here in Kerala and particularly in leading and expanding the church's educational outreach efforts without discrimination, either on the grounds of religion or gender, which paved the way for many to uplift themselves from poverty and ignorance, fostering a sense of empowerment and progress in Kerala, as well as his deep commitment to the welfare of the less fortunate, particularly in his championing of various charitable initiatives, helping the poor, orphans, widows. All these are worth celebrating and remembering every day. His dedication to alleviating the suffering of others exemplified his compassion and selflessness. He believed that true spirituality lies in the act of giving and the service of humanity. And his actions inspired countless others to follow in his footsteps. I am pleased to note that successive leaders of the Malankara Orthodox Church, including His Holiness Baba Tirumeni, ably supported by His Holiness Kurilos Tirumeni, have continued to further that deep-rooted commitment to society that was exemplified by the life and actions of Parumala Tirumeni. So before I begin, let me offer my respectful pranams to the great saint. I've had the privilege to speak at several functions of the Malankara Orthodox Church outside Kerala, including delivering the keynote address at a function in New Delhi to hand over the 6th Paulos Mar Gregorius Award
to the famous social activist Srimati Aruna Roy, in the august presence of your late Catholicos, His Holiness Basilios Paulos II. Coincidentally, that was exactly 4 years back, on the 28th of July 2019. But it gives me greater pleasure to address a general meeting of this church at this holy village of Parumala. Today, the Malankara Orthodox Church officially remembers the 100th and 25th death anniversaries of the late lamented Alvarez Mar Julius Alvarez Tirumeni and Dr. Philippos Mar Theophilus Tirumeni, a most timely celebration, especially when we recall that it was on this very day, 134 years back, the 29th of July, so 1 day plus, 29th of July 1889, that Alvarez Mar Julius was consecrated as Metropolitan of Goa, Ceylon, and India outside Kerala at the old seminary, the Paya Seminary in Kottayam. A fact arguably less well known is that Mar Alvarez was elevated to the rank of Ramban, a monk and order, as you all know, prior to the elevation as a bishop, by Parumala Tirumeni on a Saturday, the 27th of July, 1889, 2 days prior to his elevation as a metropolitan. The ordination of Father Alvarez to the order of Ramban is also said to have been conducted at Paya Seminary in Kottayam. It is also likely that the ordination of Father Alvarez to the order of Ramban was perhaps one of the very few ordinations to have been done personally by Parumala Tirumeni. The choice of Parumala as the venue for this gathering is also noteworthy. Let us not forget that Alvarez Tirumeni was a bishop who frequently interacted with Parumala Tirumeni in those days, and this venue where we are gathered today may well have been the center of those meetings. And possibly as a result of their frequent interactions, there delivered a strong bond between these two eminent prelates, which offers one possible explanation for why Parumala Tirumeni traveled all the way to erstwhile Ceylon, Sri Lanka today, to join Alvarez Tirumeni in the ordination of the French priest, Father René Villat, as Bishop Timotheus in 1892. Similarly, Parumala must have also been close to the heart of Theophilus Tirumeni, who would preside over the customary student meeting held here at Parumala, post the Parumala Perunal, in the over 25 years that he served as the head of the Mar Gregorius Student Society. He was also influential in the establishment of the World Council of Churches in Geneva, with which in my early United Nations career I had the privilege of cooperating extensively. Many of you remember that illustrious son of the church who served as the senior-most Indian at the World Council of Churches, the late Nainan Koshi, who became a good friend of mine in the 1970s and 80s in Geneva. Most importantly, it must have been the greatest moment in the life of Theophilus Tirumeni when he had the privilege to lead the Synod of Bishops to consecrate Basilios Marthoma II as Catholicos here at Parumala on the 29th of April 1991. I am pleased that the Malankara Orthodox Church has chosen to celebrate the lives and legacy of these two giants of the church here in Parumala, a fitting venue to remember their many contributions to the church. Now, in reading about the lives of these two prelates, I was immediately struck by certain common themes that emerged from their lives. Of course, as many of you know, they both came from very different backgrounds, and they trod very different paths in their journey within the church. For instance, Alvarez Tirumeni began his journey from the outside, originally as Father Antonio Francisco Xavier Alvarez of Goa, a Catholic priest, who was accepted into the Malankara Orthodox Church and then consecrated, as we mentioned, as the Metropolitan of Ceylon, Goa, and India, excluding Malabar. It was the first time in its 1900 years of history that the Malankara Church opened its doors to somebody from outside the community and outside the geographical boundary of Travancore, Cochin. In contrast, Theophilus Tirumeni began his journey from within, starting off as a young student leader within the church, someone who also possessed exemplary
academic capabilities that saw him travel and study at premier institutions in the UK and the US before being ordained as Metropolitan in 1966, serving first as head of the diocese in Angamali, and then tasked with overseeing the important Mumbai diocese in 1979, and earlier, as I mentioned, helping establish the World Council of Churches in Geneva. Despite their very different journeys, in understanding and reading about them, one could make the case that there are three common themes that you can identify shared between these two leaders. Without a doubt, both prelates were first and foremost significant contributors to the outward expansion and consolidation of the church beyond the boundaries of Kerala. I'd already mentioned the role of Mar Alvarez in consecrating René Villat Timotheus as the Bishop of Wisconsin, USA, with the metropolitan title of Mar Timotheus in 1892 at Ceylon. This in many ways sowed the seeds for the outward expansion of the church to its current status that includes 3 dioceses and 3 metropolitans outside India. Similarly, Father Cora Philippos, later Dr. Philippos Mar Theophilus, is often remembered as the ambassador of the Malankara Orthodox Church. As a deacon, he attended the World Conference on Faith and Order in Edinburgh in 1937, when he was just about 25 years old, where it is said that 123 churches from 43 countries participated. Mar Theophilus represented this church at WCC assemblies in Amsterdam, Evanston, New Delhi, Uppsala, and Nairobi from 1948 to 1975. And in this period, he also served on the Central Committee twice, and once headed the Committee on Division of Interchurch Aid, Refugees and World Service. This is an unparalleled contribution by a Malayali to the church and its international relations. He could relate and interact with theologians, bishops, patriarchs seamlessly, and in the process built up an excellent relationship with several other Orthodox and non-Orthodox churches worldwide. At the same time, both of these leaders were driven by a deep sense of social responsibility, particularly towards the weak and the marginalized. This would be the second trait in common. All of you, I'm sure, are familiar with Mar Alvarez's role as a selfless philanthropist and educationist, who, despite himself living on very modest means, gave his all to the welfare of the downtrodden, including the exemplary manner in which he would respond to crises like the outbreak of cholera and famine in Goa. Similarly, Mar Theophilus, who was a grassroots leader above all, did not build opulent churches and golden flagposts. Instead, he chose to spend his life building institutions in response to the needs of his time. Privileged as he was in receiving superior education, both in India and abroad, Mar Theophilus understood the importance of a good education. It was this vision that led him to set up 3 student centers, Kottayam, Thiruvananthapuram, and Aluva. And finally, the third common trait, it can be argued that both these giants were patriots, for whom the welfare of the people around them mattered far more than distinctions of religion, caste, community. They did not just cater to the faithful, but were moved by a much larger sense of purpose of giving back to the nation that is well worth remembering today. Take the life of Mar Alvarez, for instance, a patriot at heart and an alert observer of the political scene. Mar Alvarez could not remain a conformist against his convictions. He used the most powerful weapon, his pen, to air his opinions. He published the magazines The Cross, Our Cruz, The Truth, Our Verdad, along with a few others that called out injustice in society. There is a reference to Mar Alvarez in the Travancore State Manual, which is like this, quote, Alvarez, a Brahmin by descent, an educated man and the editor of a Catholic journal, unquote. Being a Brahmin by descent was significant in those times. Being educated and by being a Catholic by faith, Alvarez could have had a much more comfortable life had he not followed his convictions to join the Malankara Church. Instead, Mar Julius Alvarez chose the difficult path like his Lord and Master. Mar Theophilus was also no different.
With his British and American education and excellent connections with international church organizations from a very young age, he could have found comfortable and rewarding placement in greener pastures, which would not have been difficult. He chose to serve this ecclesiastically rich but financially poor church. While the title of vice principal and principal of the then 150-year-old Syrian seminary might appear attractive, the seminary itself lived from hand to mouth. There was nothing like a principal's house, and Father Philippos lived in a small room instead there. Mar Theophilus had an extremely difficult life as the Metropolitan of Angamali. He endured it all with a smile because of his deep faith in God. Now, in remembering and recalling these admirable attributes of these two fine pillars of the church, I am honored to join with you today to add my own humble tribute to their legacy. It is my hope that more efforts will be undertaken to understand their contributions, not just here among the faithful, but also outside the church as well, so that many more will have the opportunity to be inspired by their lifetime of service to the church, to Kerala, and to the people of our nation. Now, the organizers have asked me to briefly use the special occasion to share with you some of my thoughts on India's diverse and pluralistic heritage. And there is arguably no better way of understanding India than through the lens of its diversity. After all, no other country in the world embraces the extraordinary mixture of ethnic groups, the profusion of mutually incomprehensible languages, the varieties of topography and climate, the diversity of religions and cultural practices, and the range of levels of economic development that India does. And yet, I have always argued India is more than the sum of its contradictions. Just thinking about our country makes it clear the immensity of the challenge of defining what it means to be an Indian, which I've attempted to do in two books 25 years apart, India from Midnight to the Millennium, and then The Battle of Belonging 2 years ago. How can one approach this land of snow peaks and tropical jungles with 23 major languages and 22,000 distinct dialects, including some spoken by more people than speak Danish or Norwegian? Inhabited in the third decade of the 21st century by over 1 billion individuals of every ethnic extraction known to humanity. How does one come to terms with a country whose population is nearly 30% illiterate, well, 25% or so illiterate, but which has educated the world's second largest pool of trained scientists and engineers? A country whose teeming cities overflow while 2 out of 3 Indians scratch a living from the soil. What is the clue to understanding our country? A country rife with despair and disrepair, which nonetheless moved a Mughal emperor to declaim, "If on earth there be paradise of bliss, it is this, it is this, it is this." How can one determine the future of an ageless civilization that was the birthplace of 4 major religions and home to 3 others, a dozen different traditions of classical dance, 85 major political parties, and 300 ways of cooking the potato? The short answer is that it can't be done, at least not to everyone's satisfaction. Any truism about India can be immediately contradicted by another truism about India. It is often jokingly said that anything you can say about India, the opposite is also true. Our country's national motto, emblazoned on our governmental crest, is Satyameva Jayate, truth alone triumphs. But the question remains, however, whose truth? It's a question to which there are at least 1.4 billion answers if the last census hasn't undercounted us again. But that sort of an answer is no answer at all, and so another answer to these questions has to be sought. And this may lie in a simple insight. The singular thing about India is that you can only speak of it in the plural. There are, in the hackneyed phrase, many Indias. Everything exists in countless variants. There is no single standard, no fixed stereotype, no one way of doing things.
This pluralism is acknowledged in the way in which India arranges its own affairs. All groups, faiths, tastes, ideologies survive and contend for their place in the sun. Many observers have been astonished by India's survival as a pluralist state. But India could hardly have survived as anything else. Pluralism is a reality that emerges from the very nature of our country. It is a choice made inevitable by India's geography and reaffirmed by its history. India's is a civilization that over millennia has offered refuge and, more important, religious and cultural freedom to Jews, Parsis, several varieties of Christians, and of course to Muslims. Jews came to Kerala, it is said, centuries before Christ, with the destruction by the Babylonians of their temple, their first temple, and again after the Romans destroyed their second temple, and they knew no anti-Semitic persecution on Indian soil until the Portuguese arrived in the 16th century to inflict it. Christianity is said to have arrived on Indian soil with St. Thomas the Apostle, Doubting Thomas, who came to the Kerala coast and it is said was welcomed on shore by a flute-playing Jewish girl. He made many converts then, so there are Indians today whose ancestors were Christian well before any Europeans had discovered Christianity. In Kerala, Islam came through traders, travelers, missionaries, and not by the sword. The same people who had been trading with Kerala for centuries before the birth of Islam brought the news of Islam as news from the Arab Peninsula. And the fact is that one of our kings, Parumala, was so interested that he got onto a ship and went off to Arabia to meet the Prophet in his lifetime. And the evidence to confirm the story is that today there are still Kerala coconut trees growing where he landed south of Salalah on the coastline of Oman, where, of course, Kerala coconut trees are not otherwise found. In fact, the Zamorin of Calicut was so impressed by the seafaring skills of the Kunyali Marikar community that he issued a decree urging or requiring each fisherman's family to bring up one son as a Muslim so he could have an all-Muslim navy. This is our Kerala, this is our India, a land whose heritage of diversity means that in the Calcutta neighborhood where I spent my high school years, the wail of the muezzin calling the Islamic faithful to prayer routinely blended with the chant of mantras and the tinkling of bells at the local Shiva temple, which is accompanied in turn by the Sikh Gurudwaras reading of verses from the Guru Granth Sahib on a loudspeaker down the road, and St. Paul's Cathedral was just round the corner. So the first challenge is we cannot generalize about India. The only generalization you can safely make about India is that nothing can be taken for granted about our country. Not even its name, for the very word India comes from the river Indus, which flows in Pakistan. Now that anomaly is easily explained. We know that Pakistan was hacked off the stooped shoulders of India by the departing British in 1947. So we can't generalize, we must ask the question, who then is an Indian? In our 7.5 decades of independence, many thoughtful observers have seen a country more conscious than ever of what divides it: religion, region, caste, language, ethnicity, even history. What then makes India a nation? To answer that question, there are many ways we could answer it, but let me take a couple of examples to illustrate my point. When India celebrated the 49th anniversary of its independence from British rule, that was now 1996, our then Prime Minister was H.D. Deva Gowda, who, as you know, was from Karnataka. And he stood at the ramparts of Delhi's 17th century Red Fort and delivered the traditional Independence Day address to the nation in Hindi. Of course, it's one of India's 2 official languages, often mischaracterized as our national language. 8 other prime ministers had done exactly the same thing 48 times before him. But what was unusual was that Deva Gowda from Karnataka spoke to the country in a language of which he did not know a word. He couldn't speak Hindi, but tradition and politics required a speech in Hindi. So he gave one with the words having been written out for him in his native Kannada script, in which they, of course, made no sense.
Now, such an episode is almost inconceivable in any other country, but it represents the best of the oddities that helped make India India. Only in India could the country be ruled by a man who did not understand its largest language. Only in India, for that matter, is there an official language which half the population does not understand, and only in India could this particular solution be found to enable the Prime Minister to address his people. One of Indian cinema's finest playback singers was, of course, our very own Keralite K.J. Yesudas. I remember meeting him as a young man and seeing his songbook. He sang his way to the top of the Hindi film music charts with lyrics in Hindi written in the Malayalam script for him to sing. But to see that same practice elevated to the prime ministerial address on Independence Day was a startling affirmation of Indian pluralism. For you see, we are all minorities in India. A typical Indian stepping off a train, a Hindi-speaking Hindu male from the Gangetic Plain state of Uttar Pradesh, might cherish the illusion that he represents the majority community, to use an expression much favored by the less industrious of our journalists. I meant. But he does not. As a Hindu, he belongs to the faith adhered to by some 80% of the population, but a majority of the country does not speak Hindi. A majority does not hail from Uttar Pradesh, though you could be forgiven for thinking otherwise. And if he were visiting, say, Kerala, he would discover that a majority of the country in this part of the India is not even male. Worse, our archetypal UP Hindu has only to mingle with the polyglot, multicolored crowds, and I'm referring to the color of their skins, not their clothes, thronging any of India's major railway stations to realize how much of a minority he really is. Even his minority status is guaranteed by the fact that he belongs to the Hindu majority, because his caste automatically places him in a minority as well. If he's a Brahmin, 90% of his fellow Indians are not. If he's a backward class, 85% of Indians are not, or so on. But ഞാൻ പറയുന്നത് ചിലവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭാരതത്തിൽ എല്ലാവരും ന്യൂനപക്ഷികളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏത് വിധത്തിലും ഒരു വ്യക്തിക്ക് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയാണെന്ന് പറയാനുള്ള അവകാശമില്ല. അഥവാ ഒരു യു പിക്കാരൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ വിചാരമായിരിക്കും ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദി സംസാരിക്കും, ഞാനാണ് ഈ രാജ്യത്തിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധി. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം 2-3 കാര്യം മറക്കണ്ട. ഉത്തർപ്രദേശിൽ പല കൂട്ടരുണ്ട്, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷമല്ല. അദ്ദേഹം ഒരു ഹിന്ദി സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മളുടെ ഭൂരിപക്ഷം ഹിന്ദി സംസാരിക്കില്ല. രാജ്യത്തിൽ 45% സംസാരിക്കുള്ളൂ. അദ്ദേഹം പുരുഷനാണെങ്കിൽ നമ്മൾ കേരളത്തിലൊരു ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കാണും ഇവിടെ ഭൂരിപക്ഷം മലയാളികൾ ഇടയിൽ മഹിളകളാണ് ഭൂരിപക്ഷം, പിന്നെ പുരുഷന്മാരല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിന്ദുവായ കാരണം മജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയാനും ഭൂരിപക്ഷത്തിൻ്റെ സമുദായത്തിന് അംഗം എന്ന് പറയാനുള്ള അവകാശമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിക്കഴിഞ്ഞാൽ ഏത് ജാതിയും ഭൂരിപക്ഷമല്ല. ഒരു ബ്രാഹ്മണനാണെങ്കിൽ 90% ഭാരതീയർ ബ്രാഹ്മണന്മാരല്ല. അദ്ദേഹം ഒരു OBC ഒരു യാദവ് ആണെങ്കിലോ വിചാരിച്ചോളൂ, 85% അങ്ങനെ ഓരോരോ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഏത് വിധത്തിലും അദ്ദേഹത്തിനെ ഒരു ഭൂരിപക്ഷത്തെ പ്രതിനിധിയെ കാണാൻ സാധിക്കില്ല. പിന്നെ ഭാഷ എടുക്കാം. ലെറ്റ്സ് ടേക്ക് ലാംഗ്വേജ്. The Constitution of India recognizes 23 official languages in its rupee notes. നമ്മളൊരു വലിയ നോട്ടിനെ തുറന്നാൽ 23 ഭാഷയിലാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നമ്മുടെ ഭരണഘടന പ്രകാരം അതിൻ്റെ വില എഴുതിയിരിക്കണം. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ 35 ഇന്ത്യൻ ഭാഷകളുണ്ട്. There are 35 Indian languages which are spoken by more than 1 million people. 10 ലക്ഷം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ 35 പേരുണ്ട്. 35 മില്യൺ എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളുണ്ട്, പിന്നെ ഭാഷകളുണ്ട്. അപ്പോൾ and these are languages, by the way, their own scripts, their own grammatical structures, their cultural assumptions. I'm not just talking about dialects. If you look at dialects, there are 22,000 in our country today. So every Indian is speaking a minority language.
because no language enjoys majority status in India. Thanks in part to the popularity of Bombay's Hindi cinema, Hindi may be understood, if not always well spoken, by half the population perhaps. But it's in no sense the language of the majority. Indeed, its locutions, its gender rules and script are unfamiliar to most Indians in the south or the northeast. അപ്പോൾ ഹിന്ദി നമ്മൾ പലരും ബോളിവുഡ് സിനിമകൾ കണ്ടിട്ട് കുറച്ച് ഹിന്ദി കേട്ട് മനസ്സിലാക്കാനുള്ള പഴക്കമുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവർക്കും എത്ര നന്നായി ഹിന്ദി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സംശയം വേണ്ട നമുക്കറിയില്ല. ഒരു ഉദാഹരണമാണെങ്കിൽ ഹിന്ദിയിൽ ലിംഗുണ്ട്, നമ്മളുടെ മലയാളത്തിൽ ലിംഗമില്ല. പറഞ്ഞാൽ ഒരു ശബ്ദത്തിന് അത് പുരുഷൻ്റെ ശബ്ദമാണോ മഹിളയുടെ ശബ്ദമാണോ, ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ എല്ലാ കാര്യവും ഒരു മേശയ്ക്കോ ഒരു കസേരയ്ക്കോ ഒരു കോസറയ്ക്കോ എല്ലാറ്റിനും ഒരു ജെൻഡർ ഉണ്ട്. അത് നമ്മുടെ ഭാഷയിലില്ല. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാനേ ബുദ്ധിമുട്ടാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കോസറി പിന്നെ മഹിളാ ജെൻഡറും ഒരു 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 മേശപ്പുറം ഒരു മെയിൽ ജെൻഡറും എന്താ അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏത് മലയാളിയും എത്ര നന്നായി ഹിന്ദി പഠിച്ച് വിദ്വാനാണെങ്കിലും ഇതിൽ ഈ കാര്യത്തിൽ തെറ്റുണ്ടാക്കുന്നത് ഞാൻ തന്നെ കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് എന്തിനാണ് ഇത്ര വ്യത്യാസങ്ങളെക്കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണുന്നത്? Why am I harping on these differences? Only to make the point that Indian nationalism is a rare animal indeed. The idea of India, to use Tagore's famous phrase, is of one land embracing many. It is an idea that a nation may endure differences of caste, creed, color, culture, cuisine, conviction, costume and custom, and still rally around a consensus, a democratic consensus. And that consensus is around the simple principle that in a democracy you don't really need to agree except on the ground rules of how you will disagree. Indian nationalism rejected the very idea that religion should be a determinant of nationhood. Our founders never fell into the insidious trap of agreeing that since partition had established a state for Muslims, what remained was a state for Hindus. That is not the Indian idea in the Constitution. To accept the idea of India, you had to spurn the logic that divided the country. അതിനെക്കുറിച്ച് രണ്ട് ഉദാഹരണം തരികയാണെങ്കിൽ, പാകിസ്ഥാനിൻ്റെ എതിരെ 71 യുദ്ധം നോക്കിയാൽ ആ സമയത്ത് ചില പാകിസ്ഥാൻ ജനറൽമാരെ ഒരു മണ്ടത്തരം പറഞ്ഞു. ഇത് ഹിന്ദു ഇൻഫിഡലിൻ്റെ എതിരാണ് ഞങ്ങളുടെ യുദ്ധം, ജിഹാദാണെന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ആർമി കമാൻഡർ ആരായിരുന്നു? ഒരു പാഴ്സിയായിരുന്നു, ജനറൽ മാനേക്ഷോ. നമ്മളുടെ എയർഫോഴ്സിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആരായിരുന്നു? പിന്നെ ജനറൽ എയർ വൈസ് മാർഷൽ ജനറൽ ലത്തീഫ്. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എയർ ചീഫും കൂടിയായി, എയർ ചീഫ് മാർഷലായി. നമ്മുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് നേവിൻ്റെ കമാൻഡർ ആരായിരുന്നു? അഡ്മിറൽ കുരുവില്ല, ഒരു മലയാളി ക്രിസ്ത്യൻ. ആരായിരുന്നു ജനറൽ ഓഫീസർ കമാൻഡിങ് ഈസ്റ്റേൺ കമാൻഡ്? അത് കൽക്കട്ട ബേസ്ഡ് ആയിട്ട് ഈസ്റ്റ് പാകിസ്ഥാനിൻ്റെ ആക്രമണം ചെയ്യാനും ബംഗ്ലാദേശിനെ സ്ഥാപിക്കാനും ആരായിരുന്നു? ജനറൽ ജസ്ജീത് സിംഗ് അറോറ, ഒരു സിഖ്. എന്നിട്ട് ആരെയാണ് അവർ ഹെലികോപ്റ്ററിൽ ഢാക്കയ്ക്ക് അയച്ചിട്ട് പാകിസ്ഥാനിൻ്റെ സറണ്ടർ വാങ്ങിപ്പിക്കാൻ ഒരു ജനറൽ അയച്ചത്? ജനറൽ JFR ജേക്കബ്, ഒരു ജൂയിഷ് ഭാരതീയൻ. ഇതാണ് ഇന്ത്യ. കാരണം ഈ ഏത് പ്രധാനപ്പെട്ട റോളിലും ഒരു ഹിന്ദു ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടിയായിരുന്നു ഈ സംഘർഷത്തിൽ, ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1971 യുദ്ധത്തിൽ നമ്മുടെ ഒരു കപ്പൽ മുങ്ങിപ്പോയത് അതിൻ്റെ ഒരു മെമ്മോറിയൽ ദീവ് എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ദ്വീപമുണ്ട് ഗുജറാത്തിൻ്റെ കോസ്റ്റിൻ്റെ വഴി. ഞാൻ അവിടെ പോയി ആ മെമ്മോറിയൽ കണ്ടു. ശരിക്ക് അതിൽ മരിച്ച എല്ലാവരെയും പേരുകൾ, എല്ലാ സെയിലേഴ്സും സോൾജേഴ്സും എല്ലാവരും കപ്പലുണ്ടായിരുന്നവർ, തുടക്കം മുതൽക്ക് ക്യാപ്റ്റൻ മുല്ല വരെ മുതൽക്ക് അവസാനത്തെ വ്യക്തി വരെ ജീവിതം നഷ്ടപ്പെട്ട പേരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ നീര് വരും. എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോരോ റീജൻസ്, ഓരോരോ പിന്നെ ഭാഗങ്ങൾ, ഓരോരോ വിധത്തിൻ്റെ പേരുകൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ആർക്കാണ് പറയാൻ സാധിക്കുക? ഏത് മതത്തിൻ്റെ വ്യക്തിയാണ് പറയാൻ പോകണം ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ രക്തം ചെലവാക്കിയിട്ടില്ല? Every Indian of every community has given his blood for the survival of our country. That is India, and that is the India that I celebrate. Now, I know there are some who don't agree with us. There are some who want India to become a Hindu Rashtra, a land often of the Hindu majority. And we've seen the horrors of this type of discourse that refuses to accept fellow Indians as equals, whether it be the 1984 riots against Sikhs, the destruction of the Babri Masjid by Hindu fanatics,
and the consequent riots, the attacks on the Kashmiri Pandits in the 1990s that made them flee their own state, the Gujarat killings of 2002, the killings that took place in Delhi in 2020, or the hate crimes we hear about on a daily basis, particularly against Muslims, Christians, and Dalits. As we speak today, Manipur is still burning, with many who have lost their lives, many churches and places of worship desecrated and utterly destroyed. When the idea of India is being challenged in this way, we must resist. And the notion of Indianness in today's world is well worth celebrating. Since I'm also a writer, let me end my remarks this morning with a story, but not one of my stories. It's a tale from our ancient Puranas. It's a typical ancient Hindu story of a sage and his disciples, where the sage asks his disciples, "When does the night end?" And the disciples say, "At dawn, of course." The sage says, "I know that. But when does the night end and the dawn begin?" The first disciple, who is from our state of Kerala, the tropical south, he replies, "Oh, I know, when the first glimmer of light across the sky reveals the palm fronds and the coconut trees swaying gently in the breeze above the paddy fields, that is when the night ends and the dawn begins." The sage says, "No." So the second disciple is from the cold north. He says, No, I know. It's when the first streaks of sunshine make the snow gleam white on the mountaintops of the Himalayas. That is when the night ends and the dawn begins. But the sage says, "No, my sons. When two travelers from opposite ends of our land meet and embrace each other as brothers, and when they realize they sleep under the same sky, see the same stars, and dream the same dreams, that is when the night ends and the dawn begins." Thank you. There's been many a dark night for India in the last century and a quarter that we've all experienced and studied and learned about. We've sown many seeds of hatred and division. By preserving the diversity that is the essence of our India, I believe that India can ensure that all its people can and will enjoy a new dawn in the years to come. Thank you all very much. May you all be blessed. Jai Hind. Thank you, Dr. Tharoorji, for your magnanimity and for the scholarly paper presentation. We don't have words to express our deep gratitude, but we will do it by putting our hands together. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് കൈയടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കാം. Nithya Maman, the proud daughter of Malangara, member of Doha Malangara Orthodox Church, will be enthralling us now with her mellifluous song. മാസ്മരികമായ സംഗീത ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുകൊണ്ട് പോകുന്നത് അനുഗ്രഹീത പിന്നണി ഗായിക നമ്മുടെ സ്വന്തം നിത്യ മാമൻ. സുഫിയായും സുജാതയും എന്ന ചിത്രത്തിലെ വെള്ളരിപ്രാവ് എന്ന ഗാനത്തിന് 2002 സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ മലങ്കരയുടെ സ്വന്തം നിത്യ മാമൻ. Hello. Hello.
Thank you, Lydia, for the scintillating performance. Now we move on to a very important aspect of today. Today is going to be written in golden letters in the history of the church. 2 books will be released today. ഇന്നിവിടെ നാം ഓരോരുത്തരും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. 2 ഉജ്ജ്വല ഗ്രന്ഥങ്ങൾ ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ഒന്നാമത് വിശുദ്ധൻ വിളിക്കുന്നു എന്ന ഗ്രന്ഥം അൽവാരിസ് തിരുമേനിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രവും ജീവിതവും സാക്ഷ്യവും ആസ്പദമാക്കി രചിച്ചതാണ് ഡോക്ടർ പോൾ മണലിൽ. അദ്ദേഹമാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതിൻ്റെ പുസ്തക പരിചയം നടത്തുവാൻ ബഹുമാനപ്പെട്ട ബിജു തോമസ് അച്ഛനെ സാദരം ക്ഷണിക്കുകയാണ്. The name of the book is Saint is Calling. Father Biju P. Thomas, അദ്ദേഹം ഗൾഫ് KCC റീജിയൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ അനേകം വെസ്റ്റ് ഇന്ത്യ കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി, ഡൽഹി പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ട്രഷറർ, ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് കൗൺസിൽ അംഗം തുടങ്ങിയ അനേകം മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ബിജു പി തോമസ് അച്ഛനെ പുസ്തക പരിചയത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. സമയം അധികം നമുക്ക് എടുക്കുവാനില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ആദ്യ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സ്മരിയ പുരുഷനായ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ ജീവിതം, തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻസ്, തിരുമേനിയുടെ റൈറ്റിങ്സ്, തിരുമേനി സഭയ്ക്കും സമൂഹത്തിനും ചെയ്ത സേവനങ്ങൾ, ഇവയെ എല്ലാം ഒരു നോവൽ വായിക്കുന്നത് പോലെ സരസമായി ലളിതമായി വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന എന്നാൽ ഒരു ഉജ്ജ്വല പ്രൗഢ ഗ്രന്ഥമാണ് വിശുദ്ധൻ വിളിക്കുന്നു എന്നുള്ളതായ ഈ പുസ്തകം. It's my great privilege and honor for me to invite our chief guest, Dr. Alvaris, Dr. Shashi Tharoor, for releasing the book Vishuddhan Vilikkunnu, authored by Dr. Paul Manalil, one of the most respectable media personality in Kerala. സാറിൻ്റെ വലിയ കഷ്ടപ്പാടിൻ്റെ ഒരു സമ്മാനമാണ് ഈ പുസ്തകം. കഴിഞ്ഞ 1 മാസം കൊണ്ട് ഈ പുസ്തകം സാർ എഴുതി തീർത്തു. ഒരുപാട് അദ്ദേഹം പരിശ്രമിച്ച് രേഖകൾ പരിശോധിച്ചാണ് ഈ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഭിനന്ദനായ പോളികാർപ്പോസ് തിരുമേനിക്ക് ആ പുസ്തകം നൽകിക്കൊണ്ട് ഡോക്ടർ ശശി തരൂർ ആ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഡോക്ടർ പോൾ മണലിനോട് ഈ പിതൃസ്മൃതി സംഘാടക സമിതിക്ക്, മലങ്കര സഭയ്ക്ക് ഭാവിയിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്ന ആളുകളുടെ പേരിൽ എല്ലാ നന്ദിയും ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും ഇപ്പോൾ പുസ്തകങ്ങളുടെ കോപ്പി നൽകുന്നതാണ്. നെക്സ്റ്റ്. അടുത്തതായിട്ട് മലങ്കരയുടെ സ്ഥാനപതി എന്നൊരു ഗ്രന്ഥം അതിമനോഹരമായിട്ട് ബഹുമാനപ്പെട്ട ബിജു പി തോമസ് അച്ഛൻ രചിച്ചിരിക്കുന്നു. അതിൻ്റെ പുസ്തക പരിചയം നടത്തുന്നത് ബഹുമാന്യനായ ഡോക്ടർ പോൾ മണലിൽ സാറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ PhDയും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായും മലയാള മനോരമയിൽ അസിസ്റ്റന്റ് എഡിറ്ററായിട്ടും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ പോൾ മണലിൽ സാറിനെ ഈ പുസ്തക പരിചയത്തിനായിട്ട് സാദരം ക്ഷണിക്കുകയാണ്. അഭിമന്യരെ, മലങ്കരയുടെ സ്ഥാനപതി എന്ന പേരിൽ ഫാദർ ബിജു പി തോമസ് എഴുതിയ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലസിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം മലങ്കര സഭയ്ക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളും സമൂഹത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങളും ഈ പുസ്തകത്തിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന അനേകർ പ്രമുഖ വ്യക്തികൾ അഭിമന്യ തിരുമേനിയെ പറ്റി നടത്തുന്ന സ്മരണകളും ഈ പുസ്തകത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ചരിത്ര ഗ്രന്ഥമായി ഇത് അവശേഷിക്കും. ഈ ഗ്രന്ഥം എഴുതിയ ഫാദർ ബിജു പി തോമസ് മലങ്കര സഭയിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മികച്ച സംഘാടകനും എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ ആശംസകൾ നേരുന്നു. Next, we move on to the memento presentation. As a token of our love, respect, gratitude, we would like to express our gratitude in a different way. We will be giving a memento to Dr. Tharoorji. Request General Convener to announce the further proceedings. The President of this session, His Grace Givergis Marcorilos Metropolitan, is giving the memento on behalf of all the people who have assembled here, on behalf of the Malankara Orthodox Church. This is our token of respect and love, Dr. Tharoorji. From our heart of hearts, we give you this love. There is one more memento that is going to be given to Nithya Maman. Nithya Maman is kindly requested to go to the dais. This is Johannes Mar Polycarpus Metropolitan is giving the token of our love to Nithya Maman. Thank you. We are coming to the closure of this session. Reverend Father Biju P. Thomas, the priest with charisma, capabilities and composition, is very active in the ecumenical forum. May I request respected Achan to propose the word of thanks. Most respected Givergis Marcorilos Trimeni, our chief guest, Dr. Shashi Tharoor, and all the fathers who are on the stage, other distinguished guests on the dais, brothers, sisters, and children, media persons. It's my great privilege and honor to express our deep-felt gratitude and love and respect to our chief guest and other guests on the dais and the people who are in the auditorium as audience, to express on behalf of Pithru Smrithi Organizing Committee our gratitude. ഈ സമ്മേളനം ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ കരുണയാലും പരിശുദ്ധ പരമല തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയാലും ഇന്ന് നമ്മൾ ആരുടെ ഓർമ്മ കൊണ്ടാടുന്നുവോ ആ പിതാക്കന്മാരുടെ അനർഘമായ പ്രാർത്ഥനയും മുഖേനയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കേരളത്തിൽ പെരുമഴയുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ, ആളുകൾക്കെല്ലാം ഇവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം
ലഭ്യമാക്കിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ആദ്യം നന്ദി അർപ്പിക്കുവാനായിട്ടുള്ളത് ഈ സമ്മേളനം അധ്യക്ഷത വഹിച്ച അഭിനന്ദനായ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിക്കാണ്. പിതൃസ്മൃതി സംഘാടക സമിതിയുടെ പ്രസിഡന്റാണ് തിരുമേനി. ഈ പരിപാടികളുടെ ആലോചന വേളകളിൽ എല്ലാം തിരുമേനിയുടെ ഓൺലൈനായിട്ടുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ശക്തിയും വലിയ സപ്പോർട്ടും ആയിരുന്നു. തിരുമേനിയോട് ഈ സമ്മേളനത്തിനുള്ള നന്ദിയും കൃതജ്ഞതയും ഒരു വാക്കിൽ അറിയിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ചികിത്സയ്ക്ക് ശേഷം വിശ്രമിക്കുക ആയതുകൊണ്ട് ശാരീരികമായി ഈ സമ്മേളനത്തിൽ വന്നു ചേരുവാനുള്ള പ്രയാസം നമ്മളെ അറിയിച്ചു. എന്നാൽ കാതോലിക്ക ബാവ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ സ്പീച്ച് റെക്കോർഡ് ചെയ്ത് നമുക്ക് നൽകി. പരിശുദ്ധ പിതാവിനോടുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി ശ്രീമാൻ ഡോക്ടർ ശശി തരൂറാൻ. ഒരാമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ഡോക്ടർ ശശി തരൂർ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യക്ക് പുറത്തും. ഇതുപോലെ ഒരു വ്യക്തി മലയാളിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും. അത്രമാത്രം അദ്ദേഹത്തെ കേരളം, ഇന്ത്യ സ്നേഹിക്കുന്നു. ഇന്ത്യക്ക് ഒരു വലിയ നേതൃത്വം അദ്ദേഹത്തിലൂടെ ലഭിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഭാരതം. പ്രസംഗത്തിൽ അദ്ദേഹം നമ്മുടെ ബഹുസ്വരത, മതേതരത്വം, ഭാഷയിലുള്ളതായ ബഹുലത, ഇതിനെപ്പറ്റിയൊക്കെ വളരെ പണ്ഡിതോചിതമായി നമ്മളോട് സംസാരിക്കുക ഉണ്ടായി. ഈ സമ്മേളനത്തിന് ഡോക്ടർ ശശി തരൂരിനേക്കാൾ മികച്ച ഒരു മുഖ്യാതിഥിയെ നമുക്ക് ലഭിക്കാനായിട്ട് ഇല്ല. So it's our great privilege and honor for the Malankara Church to express our gratitude and thanks for your benign presence and very audacious, inspirational and motivational speech. That God Almighty take him in his mighty hands and bless him, use for multifarious development of our nation. God bless you, sir. ഈ സമ്മേളനത്തിൻ്റെ വലിയ ഒരു ആകർഷണീയത നമ്മുടെ പിതാക്കന്മാരുടെ സാന്നിധ്യമാണ്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ആരുടെയും പേരുകൾ ഞാനിവിടെ പരാമർശിക്കുന്നില്ല. നമ്മുടെ എല്ലാ പിതാക്കന്മാരും, ഈ പുണ്യപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും മലങ്കര സഭയുടെ അഭിമാനഭാജനങ്ങളുമായ പിതാക്കന്മാരാണ്. എല്ലാവരും പ്രഭാതത്തിൽ കുർബാനയ്ക്ക് തന്നെ എത്തിച്ചേരുകയും വളരെ അധികം താല്പര്യപൂർവ്വം ഈ സമ്മേളനത്തിൽ അതിഥികളായി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാ പിതാക്കന്മാരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഈ സമയം സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഈ സമ്മേളനം വളരെ ആകർഷണീയമാക്കിയത് ബഹുമാന്യനായ ഡോക്ടർ MP ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള സോമ മ്യൂസിക്കൽ ബാൻഡാണ്. അവരോടുള്ള നന്ദി ഒരു വാക്കിൽ ഈ സമയം അറിയിക്കുകയാണ്. ഗാനം പാടി നമ്മളെ സന്തോഷിപ്പിച്ചത് നിത്യ മാമനാണ്. നിത്യപ്പറ്റി നല്ല ആമുഖങ്ങൾ ഇതിനോടകം നമ്മൾ കേട്ടുകഴിഞ്ഞു. നിത്യയുടെ ആ കലാരംഗത്തെ വളർച്ചയിൽ ദൈവം എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചത് ബഹുമാന്യനായ ഡോക്ടർ പോൾ മണലിലാണ്. ഡോക്ടർ പോൾ മണലിലാണ് പിതൃസ്മൃതിയുടെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായി തുടക്കം മുതൽ വളരെ സജീവമായി തൻ്റെ സകല മികവുകളും പുലർത്തി അതിനുവേണ്ടി നേതൃത്വം കൊടുത്തത്. ആളുകളെ ഒരുമിച്ച് ചേർത്ത് കാര്യങ്ങൾക്ക് ഫോളോ അപ്പ് നടത്തി വളരെ ഗംഭീരമാക്കുവാൻ തക്കവണ്ണം
അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഈ സമ്മേളനത്തിന് വലിയ മുതൽക്കൂട്ടായി. ഒരു നല്ല പുസ്തകം അദ്ദേഹം ഇവിടെ രചിച്ച് സമൂഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ബഹുമാന്യരായ സഭാസ്ഥാനികൾ, വൈദിക ട്രസ്റ്റി തോമസ് വർഗീസ് അമയിലച്ചൻ, സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, അതുപോലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സായിരിക്കുന്ന ഡോക്ടർ ടിജു തോമസ്, മിസ്റ്റർ MC സണ്ണി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ മറ്റ് പല സ്ഥാനങ്ങൾ വഹിക്കുന്നതായ വൈദികർ, അവൈദികർ, എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പഴയ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ, മലങ്കര സഭയുടെ അഭിമാനം, പണ്ഡിതൻ, നല്ല വാഗ്മി, അടുത്ത സമ്മേളനത്തിന് പ്രധാന മോഡറേറ്റർ റവറൻഡ് ഡോക്ടർ KM ജോർജ് അച്ഛൻ, അച്ഛൻ്റെ സാന്നിധ്യം സഭാമക്കൾക്ക് വലിയ പ്രചോദനമാണ്, അഭിമാനമാണ്. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഈ പിതൃസമിതിയുടെ അനേകം കമ്മിറ്റികൾ, അതിൻ്റെ കൺവീനർമാർ, വൈസ് പ്രസിഡന്റ് അച്ഛന്മാർ, അതിൽ മെമ്പേഴ്സായി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ളവർ, അതുപോലെ വോളണ്ടിയേഴ്സ്, അത് ലേഡീസ് ഉണ്ട്, പുരുഷന്മാരുണ്ട്, യുവാക്കന്മാരുണ്ട്, അവരോടെല്ലാം ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. വിവിധ ഏജൻസികൾ, ബോംബെ ഡയോസിസ്, ബ്രഹ്മവർ ഡയോസിസ്, അഹമ്മദാബാദ് ഡയോസിസ്, അങ്കമാലി ഡയോസിസ്, അതുപോലെ സ്റ്റോക്ക്, ഡോറ, ബഹ്റിൻ, MGOCSM, ഇതുപോലെയുള്ള വിവിധ സംഘടനകൾ, അവരുടെ വലിയ സാന്നിധ്യത്തിനും സഹകരണത്തിനും ഈ സമയത്ത് ഒരു വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പഴയ സെമിനാരിയുടെ, പരിമല സെമിനാരിയുടെ മാനേജർ വന്യനായ KV പോൾ റമ്പാച്ചൻ ആണ് നമുക്ക് വലിയ ശക്തി നൽകുന്നതായ ഒരു വലിയ സ്രോതസ്. ഇവിടെ ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായി ക്രമീകരിക്കുവാൻ സാധിച്ചത് ബഹുമാന്യനായ റമ്പാച്ചൻ്റെ വലിയ സഹകരണവും നേതൃത്വവും കൊണ്ടാണ്. ബഹുമാനപ്പെട്ട റമ്പാച്ചനോടും മറ്റ് പരിമല സെമിനാരിയുടെ കൗൺസിൽ അംഗങ്ങളോടും മറ്റ് പ്രവർത്തകരോടുമുള്ളതായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. It's my great privilege to record my vote of thanks to the relatives of Alvarez Ceremony. About 7 persons from Brahmawar, reached Kerala from Goa, reached here yesterday by flight. They visited important places of our church. So it's my great honor to record our vote of thanks for your presence, for your encouragement. And the people from Brahmawar community, about 200 people, under the leadership of our Your Grace, Yakub Mar Elias Seminary, and our Achans. They also reached early morning yesterday, and they visited all the important church centers in Kerala. So it's our great respect and love to the people, our church members from Brahmawar community. ഇതിൽ സംബന്ധിക്കുന്നതായ ആളുകൾ ഏകദേശം 1100ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തു. മിക്കവാറും എല്ലാ ആളുകളും ഇവിടെ സന്നിഹിതരായി. നിങ്ങളെല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. മീഡിയ നന്നായി ഇന്നലെയും അതിന് മുമ്പുള്ള ദിവസങ്ങളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും വാർത്തകൾ കൊടുത്തു. പിതാക്കന്മാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചു. അവരോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഓൺലൈൻ ചാനൽസ്, ഗ്രിഗോറിയൻ TV, ACB തുടങ്ങിയതായ ചാനലുകളോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. എല്ലാവരെയും, ആരെയും വിട്ടുപോകാതെ സകലർക്കും വേണ്ടി ഞാൻ ഒരു വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആരെയും വിട്ടുപോകണ്ടെങ്കിൽ സദയം എന്നോട് ക്ഷമിക്കണം. ഇനിയും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി 2 സെന്റൻസിൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ സമ്മേളനം അവസാനിക്കുകയല്ല, ഈ സമ്മേളനം തുടരുകയാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ശശി തരൂരിന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭവനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിൽ
എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തോട് കൂടെ വന്ന ആളുകളും മാത്രമാണ് ഓഡിറ്റോറിയം വിട്ട് പുറത്തേക്ക് പോവുക. ബാക്കിയുള്ള സകല ആളുകളും ഈ ഓഡിറ്റോറിയത്തിൽ റിമെയിൻ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിതാക്കന്മാരും മറ്റുള്ള ആളുകൾക്കും നമ്മൾ ഫ്രണ്ടിലുള്ളതായ റോയിൽ ക്രമീകരണം ചെയ്യുന്നതാണ്. സ്റ്റേജിൽ ഒന്നിനായ കെ എം ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ളതായ ഒരു സെമിനാർ ആരംഭിക്കുകയാണ്. ആ സെമിനാറിൽ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. 3 വ്യക്തികളെ ഈ പിതാക്കന്മാരുടെ സ്മരണ വരും തലമുറയിൽ നിലനിൽക്കാൻ തക്കവണ്ണം പുസ്തകങ്ങൾ എഴുതി സഹായിച്ചവർ, ഖബർ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിപ്പാൻ തക്കവണ്ണം നേതൃത്വം കൊടുത്ത നമ്മുടെ ടി ഐസക് അച്ഛൻ, ഇവരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും കോഫിയും റിഫ്രഷ്മെന്റും നൽകിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ബഹുമാനനായ സാർ പുറത്തേക്ക് പോകും. ഉച്ചയ്ക്ക് ഊണിന് ശേഷം വീണ്ടും സമ്മേളനം തുടരുന്നതാണ്. 3:30 മണിയോടുകൂടെ നമ്മുടെ സമ്മേളനം എല്ലാം പൂർത്തീകരിക്കുന്നതാണ്. ഇത്രയും വാക്കുകളോടുകൂടെ എൻ്റെ നന്ദി പ്രകാശന വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ബാഡ്ജുകൾ, ഒരു കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളതായ ഒരു ബാഡ്ജിൽ ഈ പുസ്തകം ലഭിക്കാനായിട്ടുള്ളതായ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഉച്ചയോട് അടുത്തു വരുമ്പോൾ, ഭക്ഷണത്തിന് ഇറങ്ങുമ്പോൾ ആ സ്റ്റിക്കർ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗിഫ്റ്റ് പാക്കറ്റ് ലഭിക്കുന്നതാണ്. ഇതൊന്നും സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. അടുത്ത സമ്മേളനം ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ഒരു ഗാനം പാടും. കാതോലിക്ക മംഗളഗാനം ഈ സമയത്ത് കൊയർ ആലപിക്കുന്നതാണ്. അതിനുശേഷം ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള കൊയർ ഗ്രൂപ്പ് സംഗീതം ആലപിക്കും. അതിനുശേഷമായിരിക്കും സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കുക. എല്ലാവർക്കും കാതോലിക്ക മംഗളഗാനം പാടുവാനായി വളരെ ആദരവോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. Catholic anthem is being sung now. All of you are kindly requested to stand in your places. Immediately after the Catholic anthem, there will be a benediction by the Metropolitan. After that, we will move on to a choir singing for us from the congregant community. Immediately after the choir songs, we will move on to the second session as announced by Reverend Father Biju P. Thomas. Now, the Catholic anthem. ആമോദമായി വാഴ്ക വീണ, ആമോദമായി വാഴ്ക വീണ, ആമോദമായി വാഴ്ക വീണ. We will have the benediction. The love of God, the Father Almighty, the grace of our Lord Jesus Christ, and the fellowship of the Holy